ശ്രീമദ് ഭാഗവതം ക്ലാസ് 98. നമ്മളിന്ന് സ്കന്ധം 5 അഞ്ചാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഋഷഭദേവന്റെ ജ്ഞാനോപദേശമാണ്. ഇപ്പം ഋഷഭദേവൻ മക്കൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. 100 മക്കളുണ്ടല്ലോ, ആ മക്കളിലൂടെയാണ് ഇനിയുള്ള ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഭാരതം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഭൂമി ഭാരതവർഷം എന്ന് പറയുന്ന ദേശം, അതെന്ന് പറയുന്നത് ഭൂമി ഉൾക്കൊള്ളുന്ന ആ മരുത്തായിട്ട് തന്നെ എടുക്കാം. അതിൽ പിന്നെ ജീവജാലങ്ങൾ നമ്മളായതുകൊണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടങ്ങ് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് കാണാം. അപ്പം മക്കളെ ഉപദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഒന്നിൽ പറയുകയാണ്, ജന്മമെടുത്ത ഈ ശരീരം, മനുഷ്യരായിട്ട് ജന്മമെടുത്ത, മനുഷ്യലോകത്തിൽ മനുഷ്യരായിട്ട് ജന്മമെടുത്ത ഈ ശരീരം ദുഃഖമുണ്ടാക്കുന്ന വിഷയഭോഗങ്ങൾ അനുഭവിക്കാനുള്ളതല്ല. വിഷയഭോഗങ്ങൾ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ദുഃഖമേ കിട്ടാൻ പോകുന്നുള്ളൂ, സുഖമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്തിനാണ് നമ്മൾ ആ അടിസ്ഥാന തത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഈ തന്നെ പറയുന്നത്. നമ്മളെ സൃഷ്ടിച്ചത് ഇവിടെ കുറേ കർമ്മങ്ങൾ ചെയ്യാനാണ്. ആ കർമ്മം ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട്, ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട്, അതെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനൊരു വീട് വെക്കണ്ടെങ്കിൽ, ഈ ലോകത്തിൽ ഒരു കെട്ടിടം പണിയണ്ടെങ്കിൽ നമ്മളൊരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട്, ഇപ്പം ജോലിൻ്റെ ഭാഗമായിട്ട് എന്തോ ആയിരിക്കാം, നമ്മൾ ശമ്പളത്തിന് വേണ്ടിയായിരിക്കാം ആ കെട്ടിടം ഉണ്ടാക്കേണ്ട പ്രവൃത്തിയുടെ പിന്നാലെ പോകുന്നു. പക്ഷെ നമുക്ക് ജോലിയുടെ ഭാഗമായി, പണത്തിൻ്റെ ഭാഗമായി, അല്ല നമ്മളെ വീട് ആ നിലയിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ്. അത് പൂർത്തിയാകുന്നത് വരെ നമുക്ക് സമാധാനം കിട്ടില്ല, അത് ഉറപ്പാണ്. പൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് സമാധാനം കിട്ടും, അതാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം. അടുത്ത നിമിഷത്തിൽ വേറൊരു ജോലി വരികയാണ്, അപ്പം പിന്നെ ആദ്യം ആഗ്രഹം ഉണ്ടാക്കും വേറൊന്നില്ല. ഇപ്പം നമുക്ക് മരിക്കുന്നത് വരെ ഇങ്ങനെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടാനും അത് നേടുന്നത് വരെ അതിൻ്റെ കഷ്ടപ്പാടുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധനങ്ങൾ, ദുഃഖങ്ങളെല്ലാം ഉണ്ടാവുക. ഫിനിഷ് ചെയ്യുമ്പോൾ മാത്രം ഒരു ചെറിയ ആശ്വാസം കിട്ടും, അത് അല്പ നിമിഷത്തേക്കാണ്. ഇപ്പം ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖം തന്നെയാണ്. അങ്ങനെ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ ഓടാനുള്ളതല്ല എന്നാണ് പറയുന്നത്. പിന്നെയോ, അമേദ്യം തിന്ന് ജീവിക്കുന്ന ജീവികൾ പോലും സുഖഭോഗങ്ങൾക്ക് പിന്നാലെയാണ്. ഈ അമേദ്യം കഴിക്കുന്ന ജീവികളുണ്ടല്ലോ, അതും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ സുഖജീവിതം കിട്ടാൻ വേണ്ടിയാണ് പോകുന്നത്, സുഖം നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പം അതിന് സമാനമാണ് നമ്മൾ എന്നാണ് ആയിപ്പോകുന്നതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതിനാൽ മനുഷ്യർ ഉത്കൃഷ്ട തപസ്സിനെ അർഹിക്കുന്നു. ഉത്കൃഷ്ടമായ തപസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുക. നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകും. എന്താണ് ഈ യഥാർത്ഥ സത്യം, ജീവിതത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുക. അതിലൂടെ അന്ധകരണം ശുദ്ധമാകും. അങ്ങനെ ജീവിതത്തിൻ്റെ എന്താണ് അടിസ്ഥാന തത്വം? നമ്മൾ കർമ്മം ചെയ്യാനാണ് ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മളിലൂടെ അത് ചെയ്യിപ്പിച്ചെടുക്കുകയാണ്, ഒരാഗ്രഹം ഉണ്ടാക്കിയിട്ട്. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനങ്ങ് ചെയ്തു കൊടുത്തേക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ എന്ന ചിന്ത, എനിക്ക് വേണ്ടി ഇത് സാധിച്ചില്ലല്ലോ, മറ്റേ അങ്ങനെയൊന്നും ചിന്തയുണ്ടാവില്ല. അപ്പോൾ അന്ധകരണം ശുദ്ധമാകും. അതിലൂടെ അനശ്വരമായ ബ്രഹ്മാനന്ദം പ്രാപിക്കും. അതുകൊണ്ട് ബ്രഹ്മാനന്ദമാണ് നേടുന്നത്. ഏതുപോലെ എന്നാൽ, നമ്മളൊരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രമായിട്ട് അഭിനയിക്കുകയാണ്. നമ്മളൊരു കുഷ്ഠരോഗിയായിട്ടാണ് അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതുമാതിരി ഭംഗിയായിട്ട് അഭിനയിക്കും. കാരണം ആ കഥയിൽ നമ്മളെ റോൾ അതാണ്, നമ്മളത് ചെയ്തു കൊടുക്കുകയാണ്. നമുക്ക് കുഷ്ഠരോഗിയാണ് അല്ലെങ്കിൽ പിച്ചക്കാരനായിട്ട് അഭിനയിക്കുന്നുണ്ട്, നമുക്ക് വിഷമമൊന്നും തോന്നില്ല. അഭിനയിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാ എത്ര ഭംഗിയായിട്ടാണ് ഞാൻ ചെയ്തത് എന്ന
ചെയ്തത് പിച്ചക്കാരനായിട്ടായിരിക്കും, തെണ്ടി നടക്കുന്നുണ്ടാവും, പിച്ചത്തൊട്ടിയിൽ നിന്നെല്ലാം ചിലപ്പോൾ എടുത്ത് തിന്നു വരും അഭിനയത്തിൻ്റെ ഭാഗമായിട്ട്. എന്നാലും നമുക്കതില്ല, വിഷമമില്ല. അതുപോലെ ജീവിതവും ഒരു അഭിനയമാണ്. ആ ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു അഭിനയമായിട്ട് കണ്ടിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും. ഇത് 2 പറയാണ്, മഹാത്മാക്കളെ സേവിക്കുകയാണ് മോക്ഷ കവാടം. മഹാത്മാക്കളെ എന്ന് പറയുമ്പോൾ ഈ സത്യം മനസ്സിലാക്കിയവരെ സേവിക്കുക, അവരുമായിട്ട് ചേർന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഈ ബ്രഹ്മരഹസ്യം മനസ്സിലാക്കുക, അത് ശാസ്ത്രലോകമാണ്. ശാസ്ത്രലോകമാണ് അവരുടെ ജീവിതം മുഴുവൻ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്താണ് ഈ പ്രപഞ്ച രഹസ്യം? അതിനെ ചിന്തിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ് മഹാത്മാക്കൾ. അവരോടൊത്ത് അവരെ സേവിക്കുക, അവരോടുകൂടി ജീവിക്കുക, അതാണ് മോക്ഷ കവാടം. അത് കവാടം മാത്രമാണ്. മോക്ഷം നേടേണ്ടിക്ക് അതിൽ ആ മാർഗത്തിലൂടെ പോകണം. സ്ത്രീ സമ്പത്ത് മുതലാവിയോടുള്ള കൂടിയുള്ള ജീവിതം നരകത്തിലേക്കാണ്. സ്ത്രീകളായിട്ട് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ജീവിതം, സ്ത്രീകളുടെ പിന്നാലെ, ഭാര്യ എല്ലാം തന്നെയാണ്, കല്യാണം എല്ലാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന ജീവിതം നരകത്തിലേക്കാണ് പോകുന്നത്. അത് ഒരിക്കലും സമാധാനം, നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് സമാധാനം കിട്ടില്ല. സമഭാവന ഉണ്ടാക്കിയെടുക്കുക. ആദ്യമായിട്ട് സമഭാവന ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരും സമന്മാരാണ്. ഞാനും ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരും എല്ലാം സമന്മാരാണ്. ഇവിടത്തെ തെണ്ടിയും പിച്ചക്കാരനും കള്ളനും ഏത് മതസ്ഥനായാലും അതെല്ലാം സമന്മാരായിട്ട് കാണുക. കാരണം ആ ശക്തി തന്നെയാണ്, നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അതിൽ നിന്ന് തന്നെയാണ് ഞാനും എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും സമന്മാരായി കാണുക. ആരും മുകളിലല്ല, താഴെയല്ല. ബ്രഹ്മാവ് പോലും മുകളിലുമല്ല, താഴെയില്ല. ബ്രഹ്മാവിൻ്റെ ജോലി ചെയ്യും. മനസ്സടുക്കം, മനസ്സിനെ നല്ലവണ്ണം നിയന്ത്രിക്കുക. കോപമില്ല. എന്തിനാ കോപിക്കേണ്ട ആവശ്യം? ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ കോപം വരുന്നു. നാടകത്തിൽ ഒരു റോള് നമുക്ക് തന്നു, നമ്മൾ അഭിനയിക്കും, ഭംഗിയായിട്ട് അഭിനയം. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരാൾ കയറിയിട്ട് വില്ലൻ കയറിയിട്ട് നമ്മളെ അടിച്ചെന്ന് വെച്ചോ, നമുക്ക് ദേഷ്യം വരും. അവൻ അടിച്ചാൽ അവൻ അടിക്കേണ്ട ജോലി അതാണ് റോള്. എനിക്ക് അടി കൊള്ളേണ്ടതാണ് റോള്. പിന്നെ അവിടെ ദേഷ്യം പെടേണ്ട ആവശ്യം, ദേഷ്യം വരില്ല. അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ നമ്മൾ കർമ്മം ചെയ്യുന്നതെല്ലാം, ഞാൻ ചെയ്യുന്നതും മറ്റവൻ ചെയ്യുന്നതും എല്ലാം അവരവർക്ക് വിധിച്ച കർമ്മങ്ങളാണ് ചെയ്യുന്നത്, അഭിനയിക്കുന്നത് പോലെ. പിന്നെ ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല. സദാചാരം, നല്ല സദാചാരമുള്ള സുഹൃത്തുക്കം ഉള്ളവരാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ മഹാത്മാക്കളെ പറഞ്ഞിരുന്നത് ആരാണെന്ന് വെച്ചാൽ എല്ലാവരെയും തുല്യമായി കാണാൻ കഴിവുള്ളവർ. അതാണ് ആത്മീയതയുടെ അടിസ്ഥാനം. പക്ഷെ നമ്മളിന്ന് ആത്മീയതയിൽ കാണുന്ന എന്താണ്? ആത്മീയതയിൽ കയറി കഴിഞ്ഞാൽ അവരപ്പം മറ്റുള്ള മതങ്ങളെ തെറി പറയുക, അവരെ കുറ്റം പറയുക, ജാതി തിരിച്ച്, ഉന്നത ജാതി, താണജാതി, ഇങ്ങനെയല്ല, ഞാനെന്തോ വലിയവനാണ്, ഞാനെന്തോ തെളിവൻ, ഇതെല്ലാം ഒഴിവാക്കുക. വേദങ്ങൾ പറയുന്ന ആത്മീയത എന്ന് പറഞ്ഞാൽ സമഭാവന. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, പൂച്ചയായിക്കോട്ടെ, ഏത് മതസ്ഥനായിട്ട് സമഭാവനയിൽ കാണാൻ ശ്രമിക്കുക. അതാണ് ആത്മീയത്തിൻ്റെ അടിത്തറ. മനസ്സ് ഒഴുക്കം, മനസ്സിനെ നിയന്ത്രിക്കണം. അതിനുള്ള കോപമില്ല, കോപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള കൂട്ടുകൂടൽ എന്നവര്, അവരാണ് മഹാത്മാക്കളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി 3, ഞാനാകുന്ന ഈശ്വരനിൽ, ഞാനാകുന്ന ഈശ്വരൻ, ഞാൻ ഈശ്വരൻ തന്നെയാണ്. പ്രേമഭക്തിയോടെ പുരുഷാർത്ഥങ്ങൾക്കനുസരിച്ച് ഞാനാകുന്ന ഈശ്വരനിൽ
പ്രേമഭക്തിയോടെ എന്നിൽ തന്നെയുള്ള ഈശ്വരനിൽ പ്രേമഭക്തി വെച്ചുകൊണ്ട് പുരുഷാർത്ഥങ്ങൾക്കനുസരിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ എന്നിവരടങ്ങിയ ഗ്രഹത്തിൽ താല്പര്യമുണ്ടാകാതെ ഭാര്യയോടോ ബന്ധുമിത്രാദികളോടോ മക്കളോടോ അതുമായിട്ട് ബന്ധപ്പെട്ട വീട്ടിനോടോ താല്പര്യമില്ലാതെ അവരോടൊന്നും താല്പര്യം ഉണ്ടാകാൻ പാടില്ല. കാരണം അത് ബന്ധനത്തിൽ അകപ്പെടും. നമ്മൾ പറയുന്ന വേദം പറയുന്ന അല്ലെങ്കിൽ ഭാഗവതം പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും ഒരു പ്രഭാഷണത്തിലും കേൾക്കില്ല. ഇതെല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളൊന്നും ഇരിക്കില്ല, എണീച്ചു പോകും. ഇവിടെ സത്യം എന്താണെന്ന് വെച്ചാൽ ബന്ധനത്തിൽ അകപ്പെട്ടു പോയാൽ നമുക്ക് ദുഃഖമേ ഉള്ളൂ. നമ്മൾ ദുഃഖിക്കാൻ വേണ്ടി തന്നെ ജനിച്ചവരാണ്. നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണ്. ചെയ്തു കൊടുത്ത് പോയിക്കൊള്ളുക. പക്ഷെ ചെയ്യുമ്പോൾ ഇതല്ല ആ ശക്തിയാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന ഒരു ബോധമുണ്ടെങ്കിൽ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന മാതിരി നമുക്ക് ജീവിച്ചങ്ങ് പോകാം. അപ്പോൾ പിന്നെ ഭാര്യ, മക്കൾ ഇതെല്ലാം വെറും ബന്ധങ്ങളൊന്നും ഇല്ല, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് തോന്നും. നമ്മളെ കർമ്മം വരുമ്പോഴാണ് ബന്ധങ്ങൾ വരുന്നത്. എന്നിലൂടെ ആ ശക്തിക്ക് ഒരു കുട്ടി വേണമെന്ന് തോന്നുമ്പോൾ ഒരു പെണ്ണുണ്ടാകല്ലേ പറ്റൂ. നമുക്കൊരു പ്രേമം തോന്നും, ഒരു പെണ്ണു, ഒരു ബന്ധം അവിടെ ഉണ്ടാകും. ഇതെല്ലാം അത് കാട്ടിക്കൂട്ടുന്നതാണ്. അപ്പം ഇതിനോടൊന്നും ഒരു ബന്ധമില്ലാതെ ശരീരം നിലനിർത്തുന്നതിന് ആവശ്യമായത് മാത്രം സ്വീകരിച്ച്, നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഭക്ഷണം തന്നെയാണെങ്കിൽ ശരീരം നിലനിർത്താൻ ആരെങ്കിലും തരികയാണെങ്കിൽ വാങ്ങിക്കഴിക്കും. ഇത്രയും ആവശ്യമുള്ളൂ. അല്ലാതെ സ്വാദ് രുചിച്ച് ഒന്നും കഴിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല. ജീവിക്കുന്നവരാണ് മഹാത്മാക്കൾ. ഇങ്ങനെ ജീവിക്കുന്നവരാണ് മഹാത്മാക്കൾ. അപ്പം മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ തരത്തിൽ ഇങ്ങനെ ഒരു മഹാത്മാവിനെ ഇവിടെ കണ്ടെത്തേണ്ടെങ്കിൽ ഈ ലോകത്ത് തപ്പിയാലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഉണ്ടാവും. അവര് ഏതോ ഒരു മൂലക്ക് അവനവന്റെ കാര്യം നോക്കിയിട്ട് അവിടെ അങ്ങനെ കടഞ്ഞു കൂടിയിരിക്കും. 4 ഇന്ദ്രിയ താല്പര്യത്തിൽ മനസ്സ് വെച്ച് വിവേകം നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ പഞ്ചേന്ദ്രിയ കണ്ടത് കേട്ടത് ഇതിൻ്റെ എല്ലാം താല്പര്യത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവര് വിവേകം നഷ്ടപ്പെട്ട് അവർക്ക് കണ്ടതും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിൽ ചിന്തിച്ചിട്ട് ഓരോ ബുദ്ധി വെച്ചിട്ട് അവൻ നല്ലത്, ഇത് നല്ലത്, ഇത് മോശം, ഇങ്ങനെയെല്ലാം ചിന്തിച്ച് വ്യത്യസ്തമായി കാണാം. അപ്പം വ്യത്യസ്തമായി അവൻ വേറെ ഇവൻ വേറെ. അപ്പോഴാണ് കാണുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമാകുന്നത്. ഇങ്ങനെ വ്യത്യസ്തമാകുമ്പോൾ വിവേകം നഷ്ടപ്പെട്ടു പോകും. അവരെ പാപമാണ് ചെയ്യുന്നത്. അപ്പം കണ്ടതും കേട്ടതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് തീരുമാനിക്കും. കണ്ടു കഴിഞ്ഞാൽ അത് കുഴപ്പം, ഇത് മോശം, ഇത് ശരിയല്ല. കേൾക്കുമ്പോൾ ഇത് ശരിയാണ്, അല്ല അത് വളച്ചു കെട്ടി പറയുന്നത്. അതോടുകൂടി നമുക്ക് വ്യത്യസ്തമായി മാറിക്കഴിഞ്ഞു. കാണുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മളെ കണക്കൂട്ടൽ തെറ്റിക്കുന്നത്. അതിനെ പട്ടിയും പൂച്ചയും എല്ലാം ആയിട്ട് കാണാനുള്ള പ്രേരിപ്പിക്കുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളാണ്. എല്ലാത്തിനെയും തുല്യമായി കാണാൻ പറ്റാത്തത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ ബുദ്ധിയിലുള്ളത് കൊണ്ടാണ്. പൂർവജന്മത്തിന്റെ ഫലമായി മായയാലാണെങ്കിലും ലഭിച്ച ഈ ക്ലേശാവഹമായ ശരീരം പൂർവജന്മത്തിന്റെ ഫലമായി നമ്മൾ കർമ്മം ചെയ്യുന്ന എന്തിനാണ്? അല്ല, നമ്മൾ ജനിച്ചെന്തിനാണ്? കർമ്മം ചെയ്യാൻ. ഈ കാലഘട്ടത്തിനനുസരിച്ച കർമ്മം ചെയ്യാനാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ സയൻസ് എല്ലാം പഠിച്ചു, എൻജിനീയറിംഗ് എല്ലാം പഠിച്ചിട്ട് വന്നു. ആ കാലഘട്ടത്തിനനുസരിച്ച് ജോലി ചെയ്യുകയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ എൻ്റെ മക്കള് ഈ എൻജിനീയറിംഗ് ഇതിലൊന്നും അല്ല അവർ പഠിക്കുന്നത്. അവർക്ക് താല്പര്യം സോഫ്റ്റ്വെയറും മറ്റേ ഇങ്ങനെയെല്ലാണ്. കാലം മാറിപ്പോയി. അന്നെന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഇങ്ങനെയെല്ലാം ഉള്ള ഫാക്ടറികളായിരുന്നു. ഹാർഡ്വെയർ എന്ന് വേണമെങ്കിൽ പറയാം, അതിലായിരുന്നു. പക്ഷെ കാലം മാറിയപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആർക്കും പറയാനില്ല. ഇപ്പം എല്ലാവരും IT എന്നും പറഞ്ഞ് കിടക്കുകയാണ്. വിഷയം കുറച്ചേ ഉള്ളൂ. പണ്ടുള്ളവരെല്ലാം പഠിക്കണം, ഇന്നുള്ളവരെ അതിനൊന്നും ഇല്ല. കുറച്ച് അവർ ജോലി ചെയ്യേണ്ട എന്തോ സയൻസ്, ഈ IT ക്കെല്ലാം വലിയ പ്രാധാന്യം.
കേൾക്കുന്ന എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ IT ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഓരോ കാലം വരുമ്പോൾ അതിനനുസരിച്ച് അവർ പഠിക്കണം. അപ്പോൾ ഈ വയസ്സാം കാലത്ത് പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മരിച്ചിട്ട് അടുത്ത കാലഘട്ടം വരുമ്പോൾ പിന്നെയും നമ്മൾ ജനിച്ചിട്ട് ആദ്യം പഠിക്കുകയാണ്. ആ കാലഘട്ടത്തിന് വേണ്ടത് എന്താണോ അതിനനുസരിച്ച് പഠിക്കണം. അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ച് പഠിച്ചിട്ട് ആ കർമ്മം ചെയ്യണം. അതാണ് പൂർവജന്മത്തിന്റെ ഫലമായി മായയാലാണെങ്കിലും മായയാൽ അകപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ലഭിച്ച ഈ ക്ലേശാവഹമായ ശരീരം, ആ കർമ്മം അടുത്ത കാലഘട്ടം വരുമ്പോൾ വേറൊരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുടർച്ച തന്നെയാണ്. പക്ഷെ എന്തുണ്ട്, അതും ക്ലേശാവഹമായ ശരീരം. ജനനം മരിക്കുന്നതെന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ക്ലേശം തന്നെയാണ് അതിൻ്റെ നെറ്റ് ഫലം. പക്ഷേ കർമ്മത്തിൻ്റെ പുനരാവിഷ്കരണം നല്ലതായി കണ്ടുകൂടാ. പണ്ട് ചെയ്തതിൻ്റെ ആവിഷ്കാരമായിട്ട് നമ്മൾ കണ്ടുകൂടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ ജനിച്ചതിൻ്റെ കർമ്മഫലം പൂർത്തീകരിക്കാനാണ് ഈ ജന്മത്തിൽ ജനിക്കുന്നതെങ്കിലും അത് തന്നെ ചെയ്യണം, ആ ശൈലിയിൽ തന്നെ പോകണമെന്ന് കണ്ടുകൂടാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എന്നെല്ലാം പഠിച്ചാൽ അത് ഹാർഡ്വെയർ അങ്ങനത്തെ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അടുത്ത യുഗത്തിൽ മരിച്ചു കഴിഞ്ഞിട്ട് ജനിക്കുമ്പോൾ ഒരു എഞ്ചിനീയർ തന്നെയാണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവില്ല. ചിലപ്പോൾ സോഫ്റ്റ്വെയറോ മറ്റേ എന്തിട്ട് IT-യിലുള്ള എന്തെങ്കിലും വർക്കായിരിക്കും ചെയ്യേണ്ടി വരും. അപ്പം ഈ ചെയ്ത മാതിരിയുള്ള വർക്ക് അവിടെ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ വേറെ എന്തെങ്കിലും വർക്കായിരിക്കും തരുന്നുണ്ടാവും. എനിക്ക് എഞ്ചിനീയറിംഗ് ആയിരിക്കില്ല, വേറെ വല്ല വർക്കും ആയിരിക്കും. അപ്പം ഈ ചെയ്തത് തന്നെ അതിൻ്റെ തുടർച്ചയാണ് അടുത്ത ജന്മത്തിൽ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൂടാ. അതിന് തോന്നുന്നത് എന്താണോ കർമ്മം ചെയ്യേണ്ട ആ അടുത്ത ജന്മത്തിൽ അതിനനുസരിച്ച് ചെയ്യും. പക്ഷെ ലോകത്തിൻ്റെ പോക്കിനനുസരിച്ചിട്ടുള്ള കർമ്മമാണ്. ലോകത്തിലൊരു പ്ലാനുണ്ട്, അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന ജോലി ചിലപ്പോൾ വേറെ എന്തെങ്കിലും. എത്ര കാലം ആത്മരഹസ്യം അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നില്ലയോ, എത്ര കാലം ഈ രഹസ്യം നമ്മളെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ മണ്ടന്മാരാണ്, നമ്മൾ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കി ചെയ്യിപ്പിക്കുകയാണ്. അത് തന്നെയാണ് നമ്മളായിട്ട് വന്നിരിക്കുന്നത്. ഈ ആത്മരഹസ്യം അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നില്ലയോ, അത്രയും കാലം അന്ധകാരത്തിൽപ്പെട്ട് ഇപ്പോൾ നമ്മൾ അന്ധകാരത്തിലാണ് വന്ന് പതിക്കുന്നത്. അങ്ങനെ അന്ധകാരത്തിൽ പതിച്ചിട്ട് ആത്മതിരസ്കാരം നിലനിൽക്കും. നമ്മൾ അത്രയും കാലം ഈ ആത്മാവൊന്നും ഇല്ല എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പോകും. അതായത് ആത്മരഹസ്യം അറിയണം എന്നുള്ള ഒരു ചിന്ത വരാത്തിടത്തോളം കാലം നാം അന്ധകാരത്തിലാണ് പോകുന്നത്. ഞാനെന്നൊരു ചിന്ത വെച്ചാണ് പോകുന്നത്. അപ്പോൾ ആത്മതിരസ്കരണം സംഭവിക്കും. നമ്മൾ ഈ ആത്മാവ് ഉണ്ട് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയില്ല. അതിനെ തിരസ്കരിയായി അതൊന്നും ഇല്ല എന്നുള്ള ചിന്തയാണ് നമ്മളിൽ വരിക. കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന കാലത്തോളം കർമ്മ സ്വഭാവത്തോടു കൂടിയിരിക്കും. കർമ്മത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ അത് ചെയ്യണം, ഇത് നേടണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ആ സമയത്ത് ആ ചിന്തയായിട്ടേ പോകാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ചിന്ത എനിക്ക് കുറേ പണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പോയാൽ ആ പണം ഉണ്ടാക്കേണ്ട ചിന്ത കൊണ്ട് ഊട്ടി നടക്കുകയാണ് ചെയ്യുക. അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ല. അപ്പോൾ പണത്തിൻ്റെ പിന്നാലെയും ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെയും കുടുംബത്തെ പറ്റി അത് ചിന്തിച്ച് നടക്കുന്നവർക്ക് ഈ ആത്മചിന്ത നടക്കില്ല. അതിനു വേണ്ടി ഇറങ്ങണ്ട. അവനവൻ്റെ പണം ഉണ്ടാക്കാനോ കുടുംബത്തിനോ ഈ ചിന്തയായിട്ട് അങ്ങ് പോയിക്കൊള്ളുക, അല്ലാതെ മറ്റേത് നടക്കില്ല. കർമ്മ സ്വഭാവത്തോടു കൂടിയിരിക്കും. അപ്പം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നേടണം എന്ന് വെച്ചിരിക്കുന്നവൻ അതിൻ്റെ പിന്നാലെ പോയിക്കോളും. അത് തന്നെയാണ് മരിക്കുന്നവരെ ഉണ്ടാവുക. അവൻ വീണ്ടും ഈ കർമ്മവാസനകളാൽ പുനർജനിക്കും.
അവൻ മരിച്ചാലും പിന്നെ വേറൊരു കർമ്മം ചെയ്യാനായിട്ട് അവൻ ജനിക്കും. അവന്റെ ആഗ്രഹം അവനെ നയിക്കുന്നത് ആ ചിന്തകളാണ്. ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്ന് നേടണം എന്ന് വിധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ജനിക്കും. കാരണം അത് നമ്മളെ കർമ്മങ്ങൾ കുറെ ബാക്കിയുണ്ട്. അതാണ് നമ്മൾ ചിന്തയുണ്ടാക്കുന്നത്. അത് ഇത് ചെയ്യുന്ന, അത് ചെയ്യിപ്പിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലായിക്കൊള്ളണം, അത് എൻ്റെ ജോലിയൊന്നും തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. മരിച്ചു കഴിഞ്ഞാലും തീരുമില്ല, പിന്നെയും ജനിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ആഗ്രഹങ്ങളോ കുടുംബത്തെ പറ്റിയുള്ള ചിന്ത എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ട് ഒന്ന് മനസ്സിലായിക്കൊള്ളണം. നമ്മൾ ആത്മീയതക്ക് പറ്റിയതല്ല, നമുക്കെന്തല്ലോ ചെയ്തു തീർക്കാനുണ്ട്. അതാണ് ഈ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്ന അത്തരം. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മോചനമില്ല. എപ്പോഴത് വരാതാകുന്നുവോ അപ്പോഴേ നമുക്ക് ആത്മീയതയിലേക്ക് തിരിയാൻ പറ്റൂ. ആറ്, അജ്ഞാനത്താൽ തന്നിലെ ആത്മാവ് മറഞ്ഞിരിക്കുമ്പോൾ പൂർവ കർമ്മബന്ധം മനസ്സിനെ ബാധിക്കും. അജ്ഞാനത്താൽ ഈ ജ്ഞാനം മനസ്സിലാക്കാതെ തന്നിൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മാവുണ്ട്. ആത്മാവാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അത് മറഞ്ഞിരിക്കും. ഉള്ളിൽ നിന്നുകൊണ്ട് അത് ആഗ്രഹങ്ങൾ ഉണ്ടാക്കി നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൂർവ കർമ്മബന്ധം മനസ്സിനെ സ്വാധീനിക്കും. കഴിഞ്ഞ ജന്മത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ലോകം പുരോഗമിക്കുമ്പോൾ ആ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി കുറെ കർമ്മങ്ങളും എനിക്ക് ചെയ്യാനുണ്ട്. അതാണ് പൂർവ കർമ്മബന്ധത്തിൻ്റെ ബന്ധത്തെയും മനസ്സിനെ സ്വാധീനിക്കും. നമ്മൾ കർമ്മം ചെയ്യുന്നത് രണ്ടു തരം കർമ്മമാണെങ്കിലും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകം മുന്നോട്ടേക്ക് പുരോഗമിച്ചു പോകുന്ന ഒരു കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഇന്ന് ചെയ്യുന്ന കർമ്മം ആകണമെന്നില്ല മരിച്ചു കഴിഞ്ഞാലും പിന്നെ ജനിച്ചാലും ചെയ്യുന്നത്. എന്നാലും കാലത്തിൻ്റെ ആ ഒരു തുടർച്ചയായ കർമ്മബന്ധമുണ്ട്. ആ ബന്ധം തന്നെ നമ്മളെ മനസ്സിനെ ബാധിക്കും. എത്ര കാലം എന്നിൽ പ്രേമഭക്തി ഉണ്ടാകുന്നില്ലയോ, എന്നിൽ പ്രേമഭക്തി ഉണ്ടാകുന്നില്ല. ഏതുകൊണ്ട്? ഈശ്വരനിൽ. ആര് പറയുകയാണിത്? ഋഷഭദേവൻ തന്നെ ബ്രഹ്മൻ ആയ വിഷ്ണു തന്നെയാണല്ലോ വന്നിരിക്കുന്നത്, ശ്രീഹരി തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. എന്നിൽ എപ്പോഴും പ്രേമഭക്തി. യഥാർത്ഥത്തിൽ ഈ കളിപ്പിക്കുന്ന ശക്തിയോട് ഇവനാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ശക്തിയുടെ മാഹാത്മ്യം മനസ്സിലാക്കും. അങ്ങനെ പ്രേമഭക്തി ഉണ്ടാകുന്നില്ലയോ അത്രയും കാലം ഈ ശരീരബന്ധനത്തിൽ നിന്നും മുക്തനാവില്ല. നമുക്ക് ഈ ബന്ധനത്തിൽ നിന്ന്, നമുക്ക് ഭാര്യ, മക്കള്, ജോലി, വീട്, ഈ ബന്ധനത്തിൽ നിന്നൊന്നും മുക്തമാവില്ല. കാരണം കർമ്മം ചെയ്യുമ്പോൾ ബന്ധനങ്ങൾ ഉണ്ടാകും. ബന്ധനത്തിലൂടെയാണ് നമ്മളെ കൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുക. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്ന ചിന്തയെല്ലാം വരുമ്പോഴാണ് നമ്മൾ കർമ്മത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നത്. 7 തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ശ്രദ്ധ വെക്കാത്ത മനുഷ്യർ. തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ശ്രദ്ധ വെക്കാത്ത മനുഷ്യർ. ഞാൻ എന്താണ്, എൻ്റെ യഥാർത്ഥ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ബ്രഹ്മമാണ്, ഈശ്വരനാണ്. ആ ഈശ്വരൻ തന്നെയാണ് ഞാനായിത്തീരുന്നത്, ശ്രീഹരി തന്നെയാണ് ഞാനായിത്തീരുന്നത്. ആ സ്വരൂപത്തിൽ ശ്രദ്ധ വെക്കാത്ത മനുഷ്യർ എപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടയെ മിഥ്യയായി മനസ്സിലാക്കാതിരിക്കുന്നുവോ. നമ്മൾ ഇന്ദ്രിയങ്ങൾ ഓരോന്നിനും പ്രേരിപ്പിക്കും. ഒരു നല്ലൊരു പൂവ് കാണുമ്പോൾ കൊള്ളാം, അത് പോയി പറിച്ചിട്ട് വരാം. ഇങ്ങനെയെല്ലാം ഓരോ കാണുന്നതനുസരിച്ച്, കേൾക്കുന്നതനുസരിച്ച് മനസ്സിൽ ഓരോന്ന് തോന്നും, അതിൻ്റെ പിന്നാലെ ഓടി നടക്കും. ആ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടയെ മിഥ്യയായി മനസ്സിലാക്കുന്നില്ലയോ, ഇതെല്ലാം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാനുള്ള ഒരു കളിയാണ് എന്ന് മനസ്സിലാക്കുന്നില്ലയോ, അപ്പോൾ സ്വരൂപ സ്മൃതി വിട്ട് നമ്മുടെ യഥാർത്ഥ രൂപം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ മൂഢനായി വിഷയസുഖങ്ങളിൽ പെടുന്ന ഗൃഹസ്ഥാശ്രമത്തെ പ്രാപിച്ച്
ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. അത് മനസ്സിലാക്കാത്തിടത്തോളം നമ്മൾ ഗൃഹസ്ഥാശ്രമം ധർമ്മം എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളെ ജോലി ചെയ്യുക, എന്നിട്ട് ആ ബന്ധനത്തിലെല്ലാം അകപ്പെട്ടിട്ട് നട്ടം തിരിക്കുക. ഇവിടെ എല്ലാം പറയുമ്പോൾ ഒന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ആത്മീയത എന്നത് ബന്ധങ്ങൾ ഉപേക്ഷിച്ച് പോകൽ മാത്രമാണ്, അല്ലാതെ വേറെ ആത്മീയതയൊന്നുമില്ല. നമ്മൾ കർമ്മം ചെയ്തു പോകുക, ആ കർമ്മം ആർക്ക് വേണ്ടി അതിജയിപ്പിക്കുന്നതാണ്, പിന്നെ ചെയ്തങ്ങ് കൊടുത്തേക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കണ്ടെങ്കിൽ പിന്നെ നമ്മൾ കർമ്മം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു പിച്ചക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്, നാടകത്തിൽ അഭിനയിക്കുകയാണ്, ദിവസവും അഭിനയമുണ്ട്, പിച്ചക്കാരനായിട്ട് തെണ്ടലാണ്. എന്നിട്ട് ആ അഭിനയിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കുളിച്ചെല്ലാം പോയിട്ട് അമ്പലത്തിൽ പോയിട്ട്, ദൈവമേ എനിക്ക് ഈ നാടകത്തിലെ പിച്ചക്കാരനാകുമ്പോൾ എനിക്കൊരു ലോട്ടറി അടിക്കണമേ, ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ട്, കാരണം നാളെ അഭിനയിക്കാൻ പോകുമ്പോൾ പിച്ചക്കാരൻ തന്നെ. അല്ലാതെ ദൈവമേ എന്നെ രക്ഷിക്കണം, എനിക്കൊരു നല്ല ലോട്ടറി അടിക്കണം, ആ പിച്ചക്കാരൻ്റെ വേഷത്തിൽ നിന്നൊന്നും മാറണം എന്നെല്ലാം പറയും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത് ചോദിക്കുന്നത് അതിന് മണ്ടത്തരമാണ്. അതുപോലെ തന്നെ നമ്മളെ ജീവിക്കാൻ നമ്മളെ ജോലിയെല്ലാം തീരുമാനിച്ചു വെച്ചിട്ട് ഇന്നെല്ലാം ചെയ്യണം, ഇന്ന പരീക്ഷ എഴുതണം, ചിലപ്പം ഇപ്പം തോക്കണ്ടേ അങ്ങ് തോക്കണം, അടുത്ത പ്രാവശ്യം പിന്നെയും ശ്രമിച്ച് പാസ്സാണ്ട്, അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നു? അതിൻ്റെയൊന്നും ആവശ്യമില്ല, അർത്ഥമില്ല. ഇനി 8 പുരുഷ സ്ത്രീ കൂട്ടിണക്കത്തെ തമ്മിലുള്ള ഹൃദയഗ്രന്ഥിയായി മഹാന്മാർ പറയുന്നു. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു കൂട്ടിണക്കം തമ്മിലുള്ള ഹൃദയഗ്രന്ഥികൾ തമ്മിലുള്ള ഒരു ബന്ധനമാണെന്ന് മഹാത്മാർ പറയുന്നു. ഇതിലൂടെയാണ് അപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള കൂട്ട് യോജിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു ഹൃദയഗ്രന്ഥിയായി പറയുന്നു. അവരുടെ ഹൃദയം ഒന്നായി തീർന്നിട്ട് അതിലൂടെ അവർക്ക് വീട്, കൃഷിനിലം, മക്കൾ, ബന്ധുമിത്രാദികൾ, സമ്പത്ത് എന്നിവയുമായുള്ള ബന്ധത്തിൽപ്പെട്ട് ഞാൻ എൻ്റേത് എന്ന വ്യാമോഹം ഉണ്ടാകുന്നു. ഇപ്പം സ്ത്രീയും പുരുഷനും ദ്വയമായിട്ട് സൃഷ്ടിച്ചിട്ട് ആ ഒരു ഹൃദയബന്ധം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ ഇതെല്ലാം വരുന്നത്. അങ്ങനെ ഒരു ഹൃദയബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ, ഹൃദയഗ്രന്ഥികൾ തമ്മിൽ അത്ര ഇണ ചേർന്നിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ എന്നൊന്നും ചിന്തിക്കില്ല. ചില ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ആദ്യം കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യ എന്നെല്ലാം ചിന്തിക്കും. ആ ഹൃദയഗ്രന്ഥികൾ അങ്ങനെ ചേർന്ന് പോയിരിക്കുകയാണ്. കുറച്ച് അങ്ങോട്ട് കെട്ടുമ്പം ഇപ്പം പണ്ടത്തെ പോലെയൊന്നും ഇല്ല എന്ന് പറയുന്നത് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതോടെ പോയി. അപ്പൊ ഈ ഹൃദയഗ്രന്ഥികൾ തമ്മിലുള്ള ബന്ധമാണ് ഈ ബന്ധനത്തിന് കാരണം. ഞാൻ എൻ്റെ ഭാര്യ ഇതങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ കുറച്ചുകാലം കഴിയുമ്പോൾ അതെല്ലാം ഇല്ലാതാവും. ഈ പ്രേമം മൂത്തിട്ട് കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുന്നവരെ ഒരൊറ്റ ഹൃദയഗ്രന്ഥിയായിട്ടാണ് ഇരിക്കുന്നത് രണ്ടും. ഇപ്പം കല്യാണം കഴിച്ചാൽ വീട്, മറ്റേ മക്കൾ എന്നാണ്. കുറച്ചങ്ങോട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഹൃദയഗ്രന്ഥികൾ തമ്മിൽ വേർപെടുമ്പോൾ പിന്നെ ഭാര്യയില്ല, മക്കളുമില്ല, ഒന്നുമില്ല. അപ്പോഴാണ് നമ്മൾ ആത്മീയതയിലേക്ക് അടുക്കുന്നത്. ഈ ഹൃദയബന്ധം കൂടുന്നതനുസരിച്ച് ആത്മീയതയിലേക്ക് പോകാൻ പറ്റില്ല. ആത്മീയതയിലേക്ക് പോകണമെങ്കിൽ ഈ ഹൃദയഗ്രന്ഥികൾ തമ്മിലുള്ള ബന്ധം പൊടിയണം. പറഞ്ഞ് എവിടത്തേക്കാ കൊണ്ടുപോകുന്നത് ഭാഗവതം ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതെല്ലാം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്?
അപ്പോഴാണ് ഞാൻ എൻ്റേത് എനിക്കുള്ള നല്ല വരുന്നത്. അങ്ങനെ ഒരു ഹൃദയബന്ധം മനുഷ്യൻ ഉണ്ടാക്കിയിടുകയാണ്. ഇത് എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്. ആ ഹൃദയബന്ധം, അവിടെ നിന്ന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് ഇതെല്ലാം വരുന്നത്. എൻ്റെ ഒമ്പതിൽ പറയുന്നു, ഏതൊരു നിമിഷം ഈ ഉള്ളവൻ മൂലമുണ്ടാകുന്ന ഹൃദയഗന്ധി ശിഥിലീകരണം സംഭവിക്കുന്നുവോ അപ്പോൾ ആ ആൺ പെൺ കെട്ടിൽ നിന്നും വേർപെട്ട് അഹങ്കാരമുക്തമായി പരമപദത്തെ പ്രാപിക്കുന്നു. അപ്പോൾ പരമപദം പ്രാപിക്കണ്ടെങ്കിൽ, ബ്രഹ്മസാക്ഷാത്കാരം നേടണ്ടെങ്കിൽ, സന്യാസത്തിലൂടെ ബ്രഹ്മത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് എന്ന് വെച്ച് പോകണ്ടെങ്കിൽ ഈ ഹൃദയഗന്ധികൾ പൊട്ടണം. ഭാര്യയും ഭർത്താവ് എന്നുള്ള സ്ത്രീ പുരുഷൻ എന്നുള്ള ഹൃദയബന്ധം പൊട്ടി ആൺ പെൺ കെട്ടിൽ നിന്നും വേർപെടണം. ഇതെല്ലാം വല്ല പ്രഭാഷണത്തിൽ കയറിയിരുന്നിട്ട് ആൾക്കാർ, പെണ്ണുങ്ങളാണ് അധികം മുമ്പിൽ കയറിയിരിക്കുക പ്രഭാഷണം നടത്തിത്തെടുത്ത്. ഭാഗവത സപ്താഹ യജ്ഞം ഞാനിതാ പറയാൻ പോകുന്നത് 8-9 അധ്യായം, സ്കന്ധം 5 അധ്യായം 5 8-9 മന്ത്രം എന്നും പറഞ്ഞുകൊണ്ട് ഇതവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അപ്പം എണീറ്റിട്ട് സ്ഥലം വിടും. അല്ലാതെ ഭയങ്കര ഭക്തിഭാവത്തിലാണ് ഇരിക്കുമ്പം പറയാണ്, ഏതൊരു നിമിഷം ഈ ഉള്ളവൻ മൂലമുണ്ടാകുന്ന ഹൃദയഗന്ധി ഗ്രന്ഥി ശിഥിലീകരണം ഈ ആൺപെൺകെട്ടിൽ നിന്നും വേർപെട്ട് അഹങ്കാരമുക്തമാകുന്നുവോ അപ്പോൾ പരമപദം പ്രാപിക്കും. അത് തന്നെയാണ് സന്യാസത്തിലേക്ക് പോകേണ്ടേക്ക് ഉപനിഷത്ത് പറയുന്ന എല്ലാം ഇതാണ്. സന്യാസത്തിൽ പോകുന്നവൻ കുടുംബത്തെ എല്ലാം ഉപേക്ഷിക്കുക, തുണി അടക്കം വലിച്ച് കളയുക, എന്നിട്ട് വടക്കോട്ടേക്ക് അങ്ങ് നടന്നുകൊള്ളുക. ഇതാണ് ആത്മീയത. ഇത് വേണോ വേണ്ടെന്ന് ആദ്യം ഒരു 2 മിനിറ്റ് ചിന്തിക്കുക. അപ്പോൾ തന്നെ പറയും, എനിക്ക് പരിപാടി ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. പരിപാടി വേണ്ടെങ്കിൽ ഭൗതികവാദിയായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ പുരോഗതിക്ക് കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം ഞാൻ, എനിക്ക്, എൻ്റെ വീട്ടുകാർക്ക് എന്നുള്ള ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്യുക. ഭൗതിക ജീവിതത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ ബന്ധമായി, ഈ ബന്ധമെല്ലാം ഉണ്ടാവും, ഞാൻ പെണ്ണ അതെല്ലാം ഉണ്ടാവും, അതിന് വേണ്ടി ജീവിച്ചോളുക. അതങ്ങനെ ജീവിച്ചു പോവുക, കുഴപ്പമില്ല. പക്ഷെ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സമാധാനം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഭൗതിക ജീവിതത്തിൽ പോയാൽ സമാധാനം കിട്ടാൻ പോകുന്നില്ല. എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അത് നമുക്കറിയാലോ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരക പരിപാടിയാണ്. സുഖം കിട്ടുന്ന പരീക്ഷയ്ക്ക് പഠിച്ച് 1 വർഷം ഇരുന്ന് പഠിക്കും, എന്നിട്ട് ഒരു പരീക്ഷ എഴുതി ഏതെങ്കിലും ഒരു റിസൾട്ട് കൊള്ളാം, ജയിച്ച് നല്ലോണം ഫസ്റ്റ് ക്ലാസ്. അത് എത്ര ദിവസം? 1-2 ദിവസം. അതിന് വേണ്ടിയിട്ടാണ് ഈ 1 വർഷവും വീടുന്ന് പാടുപെട്ടത്. അന്നൊരു ചെറിയ ആശ്വാസം കിട്ടി. പിറ്റേത്തെ ദിവസം മുതൽ തീർന്നു, എനിക്കും വേറൊരു പരീക്ഷ ഇടയ്ക്കാണ്, പിന്നെ അത് നടണം. അപ്പം പിന്നെ തലകുത്തി എന്തെല്ലാം പരിപാടികളാണ്. ഇതാണ് ജീവിതം. അപ്പൊ ഇതിൽ നിന്ന് സമാധാനം കിട്ടില്ല. സമാധാനം കിട്ടാൻ പിന്നെയുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ ടെൻഷനൊന്നും അടിക്കാതെ, പഠിക്കൽ എൻ്റെ ജോലിയാണ്, അതാദ്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, ഞാൻ പഠിച്ചു തരാം, ഇരുന്ന് പഠിക്കും. ടെൻഷനൊന്നും അടിക്കില്ല. റാങ്ക് വേണമെന്നൊന്നും ചിന്തിക്കില്ല. പഠിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് പഠിക്കും, പോയി കിടന്നുറങ്ങും. പിറ്റേ ദിവസം പഠിക്കേണ്ട സമയമാണെങ്കിൽ പഠിക്കും, പോയി കിടന്നുറങ്ങും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ എഴുതി വരും. റാങ്ക് കിട്ടിയോ കിട്ടിയില്ലേ ഒന്നും എനിക്ക് വിഷയമില്ല. കിട്ടേണ്ട റാങ്ക് ആണെങ്കിൽ കിട്ടും, അതിലെനിക്ക് താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടെൻഷനില്ല. നമുക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാവില്ല, ശാന്തമായിട്ട് പോകാം. ഇതാണ് ഒരു വഴി. വേദം ഉപദേശിക്കാൻ അർജുനനോട് പറഞ്ഞ വഴി, നീ നിന്റെ കർമ്മം ചെയ്യുക, ഫലത്തെപ്പറ്റി ചിന്തിക്കരുത്. ഫലത്തെ ചിന്തിക്കുമ്പോൾ കുഴപ്പമാണ്. കിട്ടുമോ കിട്ടിയില്ല എന്നുള്ള പേര്, അതിൻ്റെ പിന്നാലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം. ഒരു ഫലവും ചിന്തിക്കുന്നില്ല. പഠിക്കണം, ഇത്ര കാലം പഠിക്കണം, ഇരുന്ന് പഠിച്ചേക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. പരീക്ഷ പോകും, പരീക്ഷ അല്ലാതെ വേറെ തലക്ക് ടെൻഷനൊന്നും അടിക്കണം. പോവുക, പരീക്ഷ എഴുതുക, വരുക.
കിട്ടേണ്ട റാങ്ക് ആണെങ്കിൽ ഇങ്ങോട്ട് വരും. റാങ്ക് കിട്ടുമല്ലോ, അതിലെ താല്പര്യമൊന്നും വേണ്ട. ഇതിലെന്ത് കാര്യം ഇരിക്കുന്ന, അത് ആ ശക്തി തീരുമാനിച്ചു. എനിക്ക് റാങ്ക് തരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് അതിനെ പറ്റിയിട്ട്, അതൊന്നും എൻ്റെ കഴിവൊന്നുമല്ല എന്ന് പറഞ്ഞങ്ങ് പോയാൽ ഒരു പ്രശ്നമില്ല. ഇതാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത്. ഇനി 10, 12, 12, 13 വിവേകവാനായ ഞാൻ തന്നെയാണ് ഗുരു. വിവേകവാനായ ഞാൻ തന്നെയാണ് എന്നിലുള്ള ഗുരു. ആ സത്യം മനസ്സിലാക്കണം. ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ആ ഗുരു. എന്നിലുള്ള ശക്തിവിശേഷം അത് തന്നെയാണ് ഞാൻ. ആ ഗുരുവിൽ ഭക്തി അർപ്പിച്ചുകൊണ്ട്, അപ്പം വേറൊരു ഗുരുവിൻ്റെ വേറൊന്നിലും ഭക്തിയും കൊണ്ട് ചെല്ലേണ്ട ആവശ്യമില്ല. എന്നിൽ തന്നെയാണ്, ഞാൻ തന്നെയാണ്, എന്നിൽ തന്നെയാണ് ആ ശക്തിവിശേഷം ഉണ്ടായി. ആ ശക്തിവിശേഷം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതാണ് എൻ്റെ ഗുരു. അതാണ് എന്നെ കൊണ്ട് ഓരോ സമയത്ത് ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. ഗുരു പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ആളാണല്ലോ. എൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആ ശ്രീഹരിയാണ് എന്നെ കൊണ്ട് പറഞ്ഞ് ഓരോ സമയത്തും മനസ്സിൽ ഓരോന്ന് തോന്നിച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ ഗുരുവിൽ ഭക്തി അർപ്പിച്ചുകൊണ്ട്, ഭക്തിഭാവത്താലും അതിനോടുള്ള അതുമായിട്ട് ഇടതടവില്ലാതെയുള്ള സേവനത്തോടും, ഇപ്പൊ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നതും അതിനു വേണ്ടിയാണ്. അതാണ് എന്നെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഒന്ന് നീ ഇതേമാതിരി ഭാഗവതം പറഞ്ഞിട്ടൊന്ന് ഇട്ടുകൊള്ളു എന്ന മനസ്സിൽ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചപ്പോൾ ഞാനിത് ഇതേമാതിരി അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ മനസ്സിലെന്ത് ചെയ്യുക, നീ പറഞ്ഞ മാതിരി ഇതാ ഞാൻ ചെയ്തിരിക്കുന്നു. എപ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോഴാ നിന്റെ ഇഷ്ടപ്രകാരം ഞാനിതാ ചെയ്തിരിക്കുന്നു. നീയാണ് എന്നോട് പറഞ്ഞത് ചെയ്യിപ്പിക്കുന്നത്, ഞാനിതാ ചെയ്തിരിക്കുന്നു. അപ്പോൾ അനാസക്തനായിട്ട് നമുക്കതിലുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല. എനിക്ക് വേണ്ടി എന്നൊരു ചിന്തയില്ലാതെ ഇടതവിടവില്ലാത്ത സേവനത്തിലൂടെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ചെയ്യുന്നത് അതിനു വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. ഞാൻ ചെയ്യേണ്ട കർമ്മം അതിനായിട്ട് ചെയ്തു കൊടുക്കുകയാണ്. സുഖ ദുഃഖാദി ദ്വന്ദ്ങ്ങളുടെ സഹനത്തിലൂടെ, സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ സുഖം കിട്ടും, ചിലപ്പം ദുഃഖം കിട്ടും. കാര്യമൊന്നും നമ്മൾ ഉദ്ദേശിച്ച വഴിയൊന്നും നടക്കുന്നുണ്ടാവില്ല. എങ്കിൽ അതിനെ സഹിക്കുക. ദുഃഖം ഉണ്ടെങ്കിൽ അതങ്ങ് സഹിച്ചേക്കും. അല്ലാതെ അതിൻ്റെ പിന്നാലെ ഓടി അടക്കൊന്നും വേണ്ട. എവിടെയായാലും ക്ലേശമാണ് ഫലം എന്ന വിശ്വാസത്തോടെ എവിടെ നമ്മൾ നിൽക്കുകയാണെങ്കിലും എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ക്ലേശമാണ് ഉണ്ടാവുക. ക്ലേശമാണെന്ന വിശ്വാസത്തോടെ. കാരണം എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടിക്ക് ക്ലേശം സഹിച്ചേ പറ്റൂ. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ പോയിട്ട് അതുവരെ ഒന്ന് പോയിട്ട് ഒരു പേപ്പർ കൊണ്ട് ഇട്ടിരിക്കുന്നു ഗേറ്റിൻ്റെ അടുത്ത്. ആ പേപ്പർ ഒന്ന് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേശം സഹിച്ചിട്ട് പോയിട്ട് എടുത്തുകൊണ്ട് വരണം. അല്ലാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പേപ്പർ കിട്ടും. ഇനി ഒരു ചായ ഉണ്ടാക്കണം, ക്ലേശം സഹിച്ചാലേ ചായ ഉണ്ടാക്കാൻ പറ്റൂ. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. രജോ ഗുണവും തമോ ഗുണവും. എന്തെങ്കിലും ഒന്ന് നേടണമെങ്കിൽ കുറച്ച് ബലം പ്രയോഗിച്ചിട്ട് ചെയ്യണം. അപ്പം അതിന് എതിർപ്പ് പാരവെപ്പും ഉണ്ടാവും. അപ്പം ക്ലേശമാണ് ഫലം എന്ന വിശ്വാസത്തോടെ ജ്ഞാനം, തപസ്, കാമ്യ കർമ്മ പരിത്യാഗം കൊണ്ടും ദാനം നേടുക, തപസ്, ഒരു കർമ്മത്തിന് നമ്മൾ ചെയ്യേണ്ട കർമ്മത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുക. ഒരു 10 കാര്യത്തിലൊന്നും ചിന്ത പോകണ്ട. തപസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മനസ്സും ശരീരത്തെയും അർപ്പിക്കുക. കാമ്യ കർമ്മ പരിത്യാഗം കൊണ്ടും കാമിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യരുത്. എനിക്ക് വേണ്ടിയാണ് എന്നുള്ള നിലയിലുള്ള കർമ്മങ്ങൾ ചെയ്യരുത്. കർമ്മം ചെയ്യാനാണ് നമ്മൾ ജയിച്ചിരിക്കുന്നത്. അത് ചെയ്തു കൊടുക്കുക.
ഞാനൊരു കർമ്മം ചെയ്യാനാണ് ജപിച്ചിരിക്കുന്നത്, ആ കർമ്മം ചെയ്തു കൊടുക്കും. അല്ലാതെ എനിക്ക് വേണ്ടി എന്ന നിലയിൽ ചെയ്യരുത്. എന്നിൽ അർപ്പിക്കപ്പെട്ട കർമ്മം കൊണ്ട്, ആര്? ഈ ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട കർമ്മം കൊണ്ട്, ഭഗവാന് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത്. എന്നെ ജനിപ്പിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്, ആ ശക്തിക്ക് ചെയ്തു കൊടുക്കാനാണ്. അതുകൊണ്ട് അതിലേക്ക് നിനക്കായിട്ട് ഞാൻ കർമ്മം ചെയ്തു പോയിരുന്നു, നിനക്കായിട്ട് യൂട്യൂബ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, ആ ശക്തി എന്നെ കൊണ്ട് പറയിച്ചിട്ട് ചെയ്യിപ്പിക്കുകയാണ്, ഞാനിതാ ചെയ്തു തരുന്നു. ഈ ഭാവനയോടെ നിരന്തരമായ എൻ്റെ ഈ കഥാശ്രവണം കൊണ്ടും, അതിന് എപ്പോഴും ഈ പറയുന്ന ഭാഗവതം, ഈ ഭാഗവതത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഇത് തന്നെയാണ് പറയുന്നത്. ആ കഥാശ്രവണം കൊണ്ടും അത് ശ്രവിച്ചിരിക്കുമ്പോഴേ നമ്മളെ തലയിൽ ഈ സത്യം തലയിൽ കയറുകയുള്ളൂ. നമ്മളെ ഭാഗവത സപ്താഹയജ്ഞത്തിൽ ഇതൊന്നുമല്ല കാണുക, രാധേ രാധേ കൃഷ്ണ കൃഷ്ണ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഏതോ കഥ. നമ്മളതൊന്നുമല്ല ഇവിടെ കാണുന്നത്. ഇവിടെ ശ്രീഹരി ആ ബ്രഹ്മത്തിന്റെ നിർഗുണമായ കക്ഷിന്റെ കാര്യ പറയും. ഈ ഭാഗവത ഈ കാര്യങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. അപ്പോഴിത് മനസ്സിൽ ഈ സത്യം എങ്ങനെയെങ്കിലും എല്ലാം കയറി വരും. അത്ര പെട്ടെന്നൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കേട്ടാകുമ്പോഴും ചിലപ്പോൾ അങ്ങനെ ആയി പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുക. ഈ ആദ്യം തൊട്ട് അവസാനം പറയുന്നതിൻ്റെ എല്ലാം സത്തെന്താണ്? ഇത് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം ജനങ്ങളുമായുള്ള സമ്പർക്കം കൊണ്ടും, അപ്പൊ അങ്ങനെയുള്ള ജനങ്ങൾ, ഇതേമാതിരി ചിന്താഗതിയുള്ള ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുക, എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുന്നതിൻ്റെ ഈ ശക്തിയാണ് എന്നെ കൊണ്ട് ജയിപ്പിക്കുന്നത്, നിന്നെ കൊണ്ട് ജയിപ്പിക്കുന്ന ഈ ശക്തിയാണ്. അതുകൊണ്ട് ഞാൻ നീ എന്താ ആ ശക്തി തന്നെയാണ്. ഞാനായതും നീ ആയതും ഈ ശക്തിയാണ്. ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. ഇങ്ങനെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം ബ്രഹ്മം തന്നെയാണ്. പട്ടിയും പൂച്ചിയും എല്ലാം ബ്രഹ്മം തന്നെയാണ്. നമ്മളെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കണം. വിദ്വേഷമില്ല, ആരോടും വിദ്വേഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാം ബ്രഹ്മമാണ്. ഇന്ന് ആത്മീയത എന്ന് പറഞ്ഞാലും ആകെ വിദ്വേഷമാണ്. ഏതവനെ തട്ടാൻ പറ്റും നോക്കി കിടക്കുകയാണ് ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേര്. സമത്വ ബുദ്ധി, പിന്നെയും പറയാണ് സമത്വം, എല്ലാം ഒന്നാണ്. ആരും വലിയവനും തീരുവനുമില്ല, എല്ലാം സമനാണ്. പട്ടിയും പൂച്ചിയും ശിവനും ബ്രഹ്മാവും വിഷ്ണുവും ഞാനും എല്ലാം സമന്മാരാണ്. പിന്നെയോ എന്നിവ കൊണ്ടും ഞാൻ എൻ്റേത് എന്ന ചിന്തയുടെ പരിത്യാഗം കൊണ്ടും, ഞാൻ എൻ്റേത് എന്ന ചിന്ത ആദ്യം എടുത്ത് ദൂരെ കളയുക. ഇതുകൊണ്ടും ആധ്യാത്മിക ശാസ്ത്ര പഠനം കൊണ്ടും, ഇതാണ് ആധ്യാത്മിക ശാസ്ത്രം, സനാതനധർമ്മം, ഇതിൻ്റെ പഠനം കൊണ്ടും. അപ്പൊ ഈ സനാതനധർമ്മം എന്ന് പറയുന്ന ഈ സംഗതിയാണ്. ഈ ആധ്യാത്മതത്വം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊന്നും എവിടെയും കേൾക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ഭാഗവതത്തിൽ ഇങ്ങനെ ഒളിച്ചു കിടക്കുകയാണ്. അതവിടെ കിടക്കും. എന്നിട്ട് രാധേ രാധേ ഏകാന്തവാസം കൊണ്ടും ഇതെല്ലാം ഉണ്ടാണ്ടെങ്കിൽ ആളുമായിട്ട് കൂട്ടുകൂടരുത്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നോളണം. അല്ലാതെ ഭയങ്കര ഭക്തിയായിരിക്കും, ഞാൻ ഭയങ്കര ആത്മീയവാദിയാണ്, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വിളക്ക് കൃത്യമായിട്ട് സന്ധ്യക്ക് വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ചിട്ട് അവിടെ ഇരുന്ന് രാമ 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 നല്ല ജയിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, മോളെ അവിടെ അടുപ്പിൽ മറ്റേത് അടുക്ക് പിടിച്ചിട്ടുണ്ടോ, അല്ല അടുക്കള ഭാഗത്ത് വാതിൽ കൂട്ടിയിട്ടുണ്ടോ, പൂച്ച കയറും, രാമ 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 രാമ. ഇതെന്തോ ഒരു ഭക്തിയാണ്. ഇതെല്ലാം ഉപേക്ഷിക്കണം. അവിടെ നിന്ന് അടിക്ക് തീപ്പിടിച്ച് അതെല്ലാം വെറും മിഥ്യ. ഇതെല്ലാം ശക്തി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തീരുമാനിച്ചത്. അത് കരിഞ്ഞു കൊണ്ടുപോകും. ഇതെല്ലാം വിട്ടിട്ട് രാമരാമ എന്ന് പറഞ്ഞാൽ മുറിയിലങ്ങ് ഇരിക്കണം, ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട്. ഇപ്പുറത്തേക്കുള്ളത് അവിടെ നിന്ന് അടുക്ക് പിടിക്കുകയോ പൂച്ച കരിയോ എന്തോ ചെയ്യട്ടെ. പൂച്ചയും ബ്രഹ്മമാണ്, കരിയും ബ്രഹ്മമാണ്. അടുക്ക് പിടിച്ചാൽ കരിയും ബ്രഹ്മമാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇവിടെ പറയുന്നത് എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ.
കാരണം ഇവിടെ പറയുന്നതിൻ്റെ ആശയം പറയുകയാണ്. എനിക്കും പറ്റുന്നില്ല കേട്ടോ, ഉള്ള കാര്യം പറയാനല്ല. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നമുക്ക് പറഞ്ഞതൊന്നും അല്ല ഇത്. അതിന് വിരക്തി വരണം. നേരത്തെ പറഞ്ഞ മാതിരി അടുക്ക് പിടിച്ചാലെന്ത്, എന്ത് പിടിച്ചാലെന്ത്, അങ്ങനെയുള്ളവരുടെ ലക്ഷണമാണ് ഇനി പിന്നീട് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും. അതാണ് ആത്മീയതയുടെ. എന്തുകൊണ്ട്? പ്രാണ ഇന്ദ്രിയ അന്ധകരണ വിജയം കൊണ്ടും യോഗാഭ്യാസങ്ങളുടെ പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും അന്ധകരണങ്ങളെയും വിജയം നേടണം. നല്ല കാര്യശ്രദ്ധ കൊണ്ട് ചെയ്യുന്നതല്ല നല്ല കാര്യങ്ങൾ മാത്രം. ബ്രഹ്മചര്യം കൊണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. കർത്തവ്യത്തിൽ വീഴ്ച വരുത്താതിരിക്കുന്നത് കൊണ്ടും, നമ്മൾ ജനിപ്പിച്ചതൊരു കർമ്മം ചെയ്യാനാണ്. അതുകൊണ്ട് ആ കർത്തവ്യത്തിൽ വീഴ്ച വരുത്തരുത്. ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്തിരിക്കണം. അതുകൊണ്ട് അർജുനനോട് പറഞ്ഞത്, അർജുനൻ പറഞ്ഞു ഞാൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയിക്കോളാം. അന്നേരം നിന്റെ ജോലി അതല്ല, നിന്റെ ഈ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിനാണ് വിട്ടിരിക്കുന്നത്, ഇനി പോയിട്ട് കൊന്നിട്ട് പോവാ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കർത്തവ്യത്തിൽ നിന്ന് വീഴ്ച വരുത്താതിരിക്കുന്നു. ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്ത് തീർക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. വാക്കുകൾ നിയന്ത്രിക്കുന്നുണ്ട്. വെറുതെ വാരയടിക്കരുത്, വാക്കുകൾ നിയന്ത്രിക്കണം. എല്ലാറ്റിലും എന്നെ ദർശിക്കുന്നത് കൊണ്ട് ഈ കാണുന്നതിലെല്ലാം എന്നെ ദർശിക്കുക. പട്ടിയായാലും പൂച്ചയായാലും, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും സ്ത്രീയായാലും പുരുഷനായാലും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും കേരളക്കാരനായാലും എല്ലായാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. അങ്ങനെ ഇരിക്കുന്നവനാണ് ഈശ്വരൻ. ഈശ്വരന് പെണ്ണിനെ കാണുമ്പം അയ്യോ പെണ്ണുങ്ങളൊന്നും എൻ്റെ അടുത്ത് വരാൻ പാടില്ല, ഇന്ന ദിവസം പ്രത്യേകിച്ച് വരാൻ പാടില്ല എന്നല്ല ഏതൊക്കെ ദൈവം പറയുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേദങ്ങളുടെ അടിസ്ഥാനത്തോടെ എല്ലാം ബ്രഹ്മമാണ്. ഈശ്വര സങ്കല്പത്തിന്റെ അടിസ്ഥാനമാണ്. എല്ലാത്തിലും എന്നെ ദർശിക്കുക. അത് സ്ത്രീയായാലും ആർത്തവമുള്ള സ്ത്രീയായാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. ഇതൊന്നും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ. എപ്പോഴും ഇത് വായിച്ചുകൊണ്ടിരിക്കുക, ഏകാന്ത മുറിയിൽ ഇരുന്നു കൊണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അപ്പോഴെങ്കിലും അർത്ഥം തലയിൽ കയറും. യഥാർത്ഥ കറകളഞ്ഞ ജ്ഞാനം കൊണ്ട്. ഇതാണ് കറകളഞ്ഞ ജ്ഞാനം. സമാധി കൊണ്ടും, സമാധി ഇരിക്കുന്ന പോലെ ഇരിക്കുക. ധൈര്യത്തോടും പ്രശാന്തമായും ഇരിക്കുന്നവന്റെ അഹം എന്ന ഉപാധിയെ ആ ശക്തി പാടെ അറുക്കുന്നതാണ്. അവനിലുള്ള അഹങ്കാരത്തെ, ഞാനെന്ന ഭാവത്തെ, ഞാൻ എൻ്റേത്, ഇങ്ങനെ ഒരാൾ ജീവിച്ചു പോവുകയാണെങ്കിൽ അവനിലുള്ള ഞാനെന്ന ചിന്താഗതി ഇല്ലാതാകും. ഇത്രയും ചെയ്യണം. ഇതാക്കെ ചെയ്യാൻ പറ്റും. വിരക്തി വന്നവന്. ഇനിയോ 14. ഇത് 14 പറയുകയാണ് അജ്ഞാനത്താൽ പ്രാപ്തമായത്. അജ്ഞാനത്താലാണ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വേണ്ടാതെ എന്തെല്ലോ ചിന്തകളുണ്ടാകും. പ്രാപ്തമായതും കർമ്മവാസനകളുടെ ഇരിപ്പിടവുമായ ഈ ഹൃദയഗ്രന്ഥിയെ, ഈ ഹൃദയഗ്രന്ഥിയാകുന്ന ബന്ധനത്തെ, ഇപ്പം നമ്മളെ ഹൃദയവികാരങ്ങൾ, അതാണ് ഹൃദയഗ്രന്ഥി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയവികാരങ്ങളിൽ നിന്നാണ് ബന്ധനങ്ങൾ ഉണ്ടാകുന്നത്. ആ ഹൃദയഗ്രന്ഥിയിലൂടെ ഉണ്ടാകുന്ന ബന്ധനത്തെ, ആ ബന്ധനം അസംബന്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ഏതിലൂടെ? ഈ ഉപദേശത്തിലൂടെ, ഈ പറഞ്ഞു തന്നിരിക്കുന്ന ഉപദേശത്തിലൂടെ മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ദൂഷ്യങ്ങളെല്ലാം പൂർണ്ണമായി നീക്കിയിട്ട് അതിൽ നിന്നും എന്ത് വേണം? മുക്തമാകണം.
എൻ്റെ 15 എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പരമപുരുഷാർത്ഥ പ്രാപ്തിക്കായി ശ്രമിക്കുന്ന എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച്. അപ്പോൾ എൻ്റെ ഈ പറഞ്ഞവരോട് പറയുകയാണ്, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പരമപുരുഷാർത്ഥ പ്രാപ്തിക്കായി ശ്രമിക്കുന്ന പിതാവ് പുത്രനോടും ഗുരുക്കന്മാർ ശിഷ്യന്മാരോടും രാജാവ് പ്രജകളോടും കോപമൊന്നുമില്ലാതെ ഇക്കാര്യം ഉപദേശിക്കണം. അപ്പം പിതാവിൻ്റെ ജോലി പുത്രനോട് ഇക്കാര്യം ഉപദേശിക്കുകയാണ്. ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. രാജാവ് പ്രജകളോട് ഇക്കാര്യമാണ് ഉപദേശിക്കേണ്ടത്. എന്നിട്ട് പറയുകയാണ്, തത്വം ഗ്രഹിക്കാത്തവരെ, ഈ തത്വമൊന്നും ഗ്രഹിക്കാതെ കർമ്മത്തിൽപ്പെട്ട് ഉഴലുന്നവരായ മനുഷ്യരോട് ആ കർമ്മത്തിൽ വീണ്ടും യോജിപ്പിച്ചുകൂടാ. ഒരു കർമ്മത്തിൽപ്പെട്ട് ഉഴലുന്നവനോട് ആ കർമ്മത്തിൽ പിന്നെ തുടരാൻ പറയാൻ പാടില്ല. അതിൽ നിന്ന് മുക്തമാകാൻ പറയണം. നമ്മളിപ്പോൾ ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കുന്നത്, അവനെ 10ാം ക്ലാസ് പാസ്സാൻ കഴിയുന്നില്ല, മാത്സ് അവൻ്റെ തലയിലേ കയറിയില്ല, 5 പ്രാവശ്യം എഴുതി, എന്നിട്ടും പാസ്സാകുന്നില്ല. അവനെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കളയണം. പിന്നെ അവൻ ആ പ്രശ്നത്തിൽ കിടന്ന് നട്ടം തിരിക്കുന്നത് എന്നാണ്. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കയറി നട്ടം തിരിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുനാഥൻ ചെയ്യേണ്ടത്, നിനക്ക് പറഞ്ഞ പറ്റിയ പണിയല്ല ഇത്, അതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് മാറുക. അങ്ങനെ വീണ്ടും ആ കർമ്മത്തിൽ തന്നെ പിടിച്ച് യോജിപ്പിച്ചുകൂടാ. കൊണ്ടുപോയിട്ട് കാര്യമില്ല. നമുക്ക് അതാണ് കൊക്കിലൊക്കത് മാത്രമേ പോരാവൂ എന്ന് പറയുന്നത്. അതിനെക്കാട്ടി വലുത് കോരിപ്പോയാൽ ഒരു കാര്യം നടക്കില്ല. അങ്ങനെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നവരെന്താണ്? കുരുടനെ പടുകുഴിയിൽ ചവിട്ടി വീഴ്ത്തുന്ന മനുഷ്യനെ പോലെ ഒരു ഗുണവും കിട്ടില്ല. കുരുടനെ പടുകുഴിയിൽ തള്ളിയിടുന്നവർക്ക്. അപ്പോൾ ഒരാൾ ഒരു പ്രശ്നത്തിൽ കിടന്ന് നട്ടം തിരിയുകയാണെങ്കിൽ അതിൽ നിന്നുള്ള മാർഗം എന്താണ്? നീ അത് തന്നെ ചെയ്യുന്ന പിന്നെയും കൊണ്ട് പ്രേരിപ്പിക്കുകയില്ല. ഒരാൾ എന്തോ പ്രശ്നത്തിന്റെ പേര് നട്ടം തിരിക്കുകയാണ്, ആ പ്രശ്നം പിടിച്ച് അതിൽ തന്നെ. നമ്മള് ബുദ്ധിയുള്ളവരെന്താ ചെയ്യേണ്ടത്? നീ അതങ്ങ് വിട്ടുകളയാ. നിന്റെ തലവേലി ഉണ്ടാക്കുന്ന ആ പ്രശ്നം അതാണ്, അതങ്ങ് കളയണമെന്ന് പറയാം. പിന്നെ അത് ഉപദേശിച്ചുകൂടാ. അപ്പൊ ജീവിതം മുഴുവൻ പ്രശ്നങ്ങളായിട്ട് നട്ടം തിരിയുന്നതിനോടെന്ന് പറയാ, അയ്യോ എനിക്ക് ജീവിച്ച് മതിയായേ എന്ന് പറയണല്ല. അതിൻ്റെ ഒരു വഴിയുണ്ട്, ഇത് ഇങ്ങോട്ട് പോയി ഇതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവനെ പറഞ്ഞ് പിന്തിരിക്കുക. ഇനി 16 യാതൊരു അജ്ഞതയിലകപ്പെട്ട ലോകം വിഷയ ആശകൾ മേൽക്കുമേൽ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളിൽ ഓരോ ആശകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥമായ ശ്രേയസ്സിനെ മനസ്സിലാക്കാതെ, യഥാർത്ഥമായ ശ്രേയസ് എന്താണ്? ആ ജ്ഞാനം നേടി ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ അല്പസുഖത്തിനായി തമ്മിൽ വിരോധം വെച്ചുകൊണ്ട് കുറച്ച് സുഖേലം നേടാൻ വേണ്ടിയിട്ട് ജനങ്ങളുമായിട്ട് പരസ്പരം തമ്മിൽ വിദ്വേഷങ്ങൾ ഉണ്ടാക്കി ഭോഗവസ്തുക്കളെ ആഗ്രഹിക്കുന്നു. അങ്ങനെ അറ്റമില്ലാത്ത സംസാര ക്ലേശത്തിൽ അറിയാതെ ഉഴലുന്നു. അങ്ങനെയാണ് ശത്രുക്കളും എല്ലാം ഉണ്ടായിട്ട് സംസാര ദുഃഖത്തിൽ അകരുന്നത്. 17 തന്നെത്താൻ ഈ സത്യം അറിയുന്ന വിവേകിയും ദയാലുവുമായ ഏതൊരാൾ ദയാലുവായ ഏതൊരാൾ അജ്ഞതയാൽ വഴിതെറ്റി നടക്കുന്നവനെ അതിലേക്ക് പ്രേരിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കുന്ന ഒരാൾ, വഴിതെറ്റി നടക്കുന്ന ഒരാൾ, അജ്ഞാനത്താൽ വഴിതെറ്റി നടക്കുന്ന സാധാരണ ജനങ്ങളെ ആ ഒരു വഴിയിലേക്ക് ഉപദേശിക്കില്ല.
ഇതിന്റെ 18 പറയുന്നത് യാതൊരാൾ സംസാര വിപത്തിൽ അകപ്പെട്ടിരിക്കുന്നവനെ മോചിപ്പിക്കുന്നില്ലയോ, അങ്ങനെ ഈ സംസാരമാകുന്ന ഈ സംസാരമാകുന്ന ക്ലേശത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാളെ ആര് മോചിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലയോ അവൻ ആചാര്യനല്ല. ഒരാചാര്യന്റെ കർമ്മം എന്താണ്? എന്തൊക്കെ ഒരാൾ ദുഃഖമായിട്ട് വരുമ്പോൾ, ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖം തന്നെയാണ് ആദ്യം തൊട്ട് അവസാനം. പലവരും വന്ന് പറയും, ഓ എന്താ കാര്യം ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, നിന്റെ കാര്യം മാത്രമൊന്നും ഈ ലോകത്തിലെ എല്ലാവരുടെ കാര്യവും കഷ്ടം തന്നെയാണ്, എനിക്ക് മാത്രമൊന്നുമല്ല. ഈ പറയുന്ന എല്ലാവരും കഷ്ടപ്പെട്ട് ചെയ്യാനാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. അതിൽ നിന്ന് മോചനം ചെയ്യേണ്ടി ഇതെല്ലാം കുട്ടികൾക്ക് കുടുംബമെല്ലാം കുട്ടികൾക്ക് പാപ്പോ സന്യാസത്തിന് പോകും. ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവൻ എന്തല്ല, ആചാര്യനല്ല, അവൻ ബന്ധുവല്ല, അവൻ അച്ഛനുമല്ല, അവൻ അമ്മയുമല്ല, അവൻ ദൈവവുമല്ല, അവൻ ഭർത്താവുമല്ല. അപ്പൊ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഭർത്താവിൻ്റെയും ദൈവത്തിൻ്റെയും എല്ലാം കർമ്മം എന്താണ്? ഒരാൾ കഷ്ടത്തിൽ ഉഴലുമ്പോൾ വന്ന് പറയുമ്പോൾ എന്ത് പറയണം? ഈ കഷ്ടം തന്നെയാണ് ജീവിതം. ജീവിക്കണോ? ഈ കഷ്ടതകളെല്ലാം അനുഭവിച്ചിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാം വേണ്ടത് ഒരു വഴിയുണ്ട്, എല്ലാം വിട്ടിട്ട് ശ്രീഹരിയിലേക്ക് പോയിക്കൊടുക്കുക. ഇതാണ് ബന്ധങ്ങൾ വിടുക, കുടുംബം വിടുക, പുതുവസ്ത്രം അടക്കം ഉപയോഗിക്കുക, എന്നിട്ട് ശ്രീഹരിയെ ശരണമെന്ന് വെച്ച് പോയിക്കൊള്ളുക. ഈ ലോകത്തെ വെറുക്കുക. ഇനി 19. ഇനി ഋഷഭൻ പറയുകയാണ്, എൻ്റെ ശരീരം ആർക്കുമേ ചിന്തിച്ചറിയുവാനാവില്ല. എൻ്റെ ശരീരത്തെ പറ്റി, അതായത് ഋഷഭന്റെ ശരീരത്തെ പറ്റി ആർക്കും ചിന്തിച്ചറിയാൻ പറ്റില്ല. കാരണം അതൊരു സങ്കല്പമാണ്, സത്വഗുണം മാത്രമാണ്. സത്വഗുണം എന്ന് പറഞ്ഞാൽ ശാന്തമായി നിൽക്കുന്ന സത്വഗുണം. എന്നിൽ ധർമ്മം മാത്രമേ ഉള്ളൂ, അധർമ്മം ദൂരേക്ക് മാറ്റപ്പെട്ടു. അതിനാലാണ് മാന്യന്മാർ ശ്രേഷ്ഠൻ എന്ന അർത്ഥം വരുന്ന എന്നെ ഋഷഭൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ ഋഷഭൻ എന്ന് വിളിച്ച ഒരു ഉദാഹരണ സഹിതം പറയുകയാണ്. ഇദ്ദേഹത്തിന്റെ ശരീരമൊന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു കഥാപാത്രത്തിലൂടെ ആവിഷ്കരിക്കുകയാണ്. ഇങ്ങനെയായിരിക്കണം ലോകത്തിൽ. ഒരു ശക്തി വിശേഷമാണ്, അതൊരു ശക്തിയാണ്. ആ ശക്തി വരുന്ന നിർദ്ദേശമാണ് എന്താണ് യഥാർത്ഥ ജീവിതം എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആകയാൽ 20 എൻ്റെ മനസ്സുകൊണ്ട് ജന്മം നേടിയ നിങ്ങൾ എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ മനസ്സുകൊണ്ട് ജന്മം നേടിയ നിങ്ങളെല്ലാവരും. കാരണം ഈ ഋഷഭനിൽ നിന്നാണ് 100 പുത്രന്മാർ ജനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന ആ 100 ശക്തി വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും മഹിമയോടുകൂടി ജ്യേഷ്ഠ സഹോദരനായ ഭരതനെ മത്സരബുദ്ധി ഉപേക്ഷിച്ച് അനുസരിക്കുക. അപ്പൊ നിങ്ങളെന്ത് വേണം? ഇപ്പോൾ കൊടുക്കുന്ന ഉപദേശമാണ് ഏറ്റവും മൂത്തവനായ ഭരതനെ നിങ്ങൾ 100 പുത്രന്മാരോടാണ് ഈ ഉപദേശം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? എല്ലാം എൻ്റെ മനസ്സുകൊണ്ടാണ് നിങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. എൻ്റെ മനസ്സ് വെച്ചിട്ടാണ്, ഞാൻ തീരുമാനിക്കുന്നത് അനുസരിച്ചിട്ടാണ് നിങ്ങൾ 100 പുത്രന്മാരായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ മഹിമയോടുകൂടി ജ്യേഷ്ഠ സഹോദരനായ ഭരതനെ മത്സരബുദ്ധിയൊന്നും ഇല്ലാതെ, അതായത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എല്ലാവരും ഏക മനസ്കരായിട്ട് അദ്ദേഹത്തെ അനുസരിക്കുക. അത് പിതൃശുശ്രൂഷയും പ്രജകളുടെ സേവനവുമാണ്. അപ്പം ഭരതനെയാണ് മൂത്തപുത്രനെ ഏൽപ്പിക്കുകയാണ് രാജഭരണം. ഋഷഭൻ മക്കളുണ്ടായില്ല, ഇനി ഇദ്ദേഹത്തിന് പോകേണ്ട സമയമായി. മക്കൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞതാണ്, പിന്നെ അവിടെ ചടഞ്ഞുകൂടി ഇരിക്കരുത്. എല്ലാം മക്കളെ വിട്ടുകൊടുത്തിട്ട് വാനപ്രസ്ഥം, സന്യാസം,
എങ്ങനെ പോകണം, ഇങ്ങനെ പോകണം പറഞ്ഞുതരാൻ പോകുന്നുണ്ട്. 21, 22 സചേതനങ്ങളും ചേതനങ്ങളുമായ സൃഷ്ടികളിൽ വൃക്ഷലതാദികൾ ഉത്തമങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ വസ്തുക്കളിലും ജീവനില്ലാത്ത വസ്തുക്കളിൽ ഉത്തമമായിട്ടുള്ളത് വൃക്ഷലതാദികളാണ്. ജീവനില്ലാത്ത അപേക്ഷിച്ച് വൃക്ഷലതാദികളാണ് ഉത്തമം. ഇഴജന്തുക്കൾ അതിലും കുറച്ച് നല്ലതാണ്, ശ്രേഷ്ഠമാണ്. സ്വബോധമുള്ള ജീവികളിൽ മനുഷ്യരാണ് ഉത്തമം. അവരെക്കാൾ ഭൂതപ്രേതാദികളാണ് അവരെക്കാട്ടി ഉത്തമം എന്നാണ്. പ്രേതാന്ന് അതിനെക്കാട്ടി, പ്രേതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മായയിലകപ്പെട്ടതാണ്. അതിൽ നിന്ന് ആത്മാവ് വെളിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ പ്രേതം, പിശാച്, കുട്ടിച്ചാത്തം എന്നെല്ലാം പറയുന്നത്. അത് അതിനെക്കാട്ടി ഉത്തമമാണെന്നാണ് പറയുന്നത്. കാരണം അതെല്ലാം ചില ബലങ്ങളാണ്. അവരെക്കാൾ ഗന്ധർവന്മാരും കിന്നരന്മാരും കൂടുതൽ ശ്രേഷ്ഠരാണ്. അതായത് ഗ്രഹങ്ങളുടെ ബലങ്ങളാണ് ഇതിനെല്ലാം നമ്മളെ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ. അപ്പൊ ഈ ഗ്രഹങ്ങളുടെ ബലങ്ങളെയാണ് ഗന്ധർവന്മാർ, കിന്നരന്മാരെന്നെല്ലാം പറയുന്നത്. അവരെക്കാൾ മുകളിലാണ് അസുരന്മാർ. ആദ്യം ദ്വയമായിട്ടാണ് ഉണ്ടായത്, ദേവന്മാരും അസുരന്മാരും. മനുഷ്യർക്ക് ഉപയോഗപ്രദമായ എല്ലാത്തിനെയും ദേവന്മാരെന്നും വസ്തുക്കളെ എല്ലാത്തിനെയും രണ്ടായി തിരിക്കുകയാണ്. മനുഷ്യർക്ക് ഉപയോഗമുള്ളത് ദേവന്മാർ, മനുഷ്യർക്ക് എതിരായിട്ടുള്ളത് അസുരന്മാർ. അപ്പം കിന്നരം ഈ ഗ്രഹങ്ങളുടെ ബലങ്ങളെക്കാൾ ഉത്തമം അസുരന്മാരാണ്. അവരെക്കാളും നല്ലത് ദേവന്മാരാണ്. ആ ദേവന്മാരിൽ വെച്ച് തന്നെ ദേവന്മാരുടെ രാജാവ് ഇന്ദ്രനാണ് വലുത്. ഇന്ദ്രനേക്കാൾ വലുത് ബ്രഹ്മപുത്രാദികളായ ദക്ഷാദികളെല്ലാമാണ്. ബ്രഹ്മപുത്രന്മാരുടെ ആയ ദക്ഷാദികളെല്ലാം, ദക്ഷന്മാര് എല്ലാം. അവരിൽ തന്നെ അങ്ങനെയുള്ളതിൽ ശ്രേഷ്ഠൻ രുദ്രനാണ്. കാരണം രുദ്രൻ ബ്രഹ്മാവിന്റെ കാരണശക്തിയുള്ളവനാണ്. കാരണം ബ്രഹ്മാവിൽ നിന്നുള്ള കാരണം കൊണ്ടാണ് രുദ്രന്മാരുണ്ടായിരിക്കുന്നത്, രുദ്രന്മാരെ ഉണ്ടാവുന്നത്, സൃഷ്ടികർത്താവിന്റെ. അപ്പൊ അതുകൊണ്ട് രുദ്രനേക്കാൾ ശ്രേഷ്ഠം ബ്രഹ്മാവാണ്. കാരണം ബ്രഹ്മാവാണ് സൃഷ്ടി നടക്കുന്നത്. സൃഷ്ടി നടക്കണമെങ്കിൽ അത് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ആറ്റങ്ങളായിട്ടാണ് മാറുന്നത്. അപ്പൊ ആറ്റങ്ങളെക്കാൾ ശ്രേഷ്ഠം രുദ്രൻ ആറ്റങ്ങളാണ്. ആറ്റങ്ങളെക്കാൾ ശ്രേഷ്ഠം ബ്രഹ്മാവാണ്. അതിനെക്കാട്ടി മുകളിൽ ശ്രേഷ്ഠനായിട്ട് ആരാണ്? ഈ ശ്രീഹരി തന്നെയാണ്. അപ്പൊ ബ്രഹ്മാവിനെക്കാട്ടിയും ശ്രേഷ്ഠാനാണ് ശ്രീഹരി തന്നെയാണ്. പക്ഷെ ഇവിടെ വേറൊന്നും പറയാണ്, ശ്രീഹരിയായ ഞാൻ ബ്രാഹ്മണരെയാണ് ആരാധിക്കുന്നത്. എനിക്ക് ബ്രാഹ്മണരെ വലിയ ആരാധനയാണ്, മഹത്വപൂർണ്ണമായിട്ടാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ വികസിച്ച് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് ബുദ്ധിയിലൂടെയാണ്. ബ്രഹ്മാവ് ഈ ശ്രീഹരി ഒരു വലിയ പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചപ്പോഴും ബുദ്ധിയുള്ള ആളിലൂടെയാണ് ശാസ്ത്രലോകം പുരോഗമിക്കുന്നത്. അതിനാൽ ബ്രാഹ്മണനോട് തുല്യമായിട്ട് മറ്റൊന്നില്ല. 23 പറയുകയാണ്, ബ്രാഹ്മണനോട് തുല്യമായിട്ട് വേറൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ മറ്റൊന്നും ബ്രാഹ്മണനോട് താരതമ്യപ്പെടുത്താൻ തയ്യാറല്ല. കാരണം ഈ ലോകത്തിന്റെ നിലപ്പ് ശാസ്ത്രലോകം, ശാസ്ത്രം കണ്ടെത്തിയ ജ്ഞാനം പകർന്നു തരുന്ന ഇപ്പം വേദവ്യാസനെല്ലാം ആ നിലയിലുള്ളവരാണ്. ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ നമ്മൾ അതെല്ലാം എടുത്തിട്ട് ഇപ്പം വായിക്കുകയാണ്. വലിയ ശാസ്ത്രലോകം. ആ ബ്രാഹ്മണനാൽ മനുഷ്യരിൽ ശ്രദ്ധയോടെ അർപ്പിക്കപ്പെടുന്നതിനെ ഞാൻ അനുഭവിക്കുന്നു. അപ്പൊ ആ ബ്രാഹ്മണര്, ബുദ്ധിമാന്മാര്, ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയിട്ട് മനുഷ്യരിലൂടെ അത് പ്രയോഗിക്കുന്നതാണ് ഞാൻ അനുഭവിക്കുന്നത്. ആര്? വിഷ്ണു. വിഷ്ണുവിനൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. അപ്പോൾ ബ്രാഹ്മണര്
ബുദ്ധിമാന്മാര് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പല കണ്ടുപിടുത്തങ്ങളും നടത്തി മനുഷ്യരിലൂടെ അത് നടപ്പാക്കുമ്പോഴാണ് ലോക പുരോഗതി ഉണ്ടാകുന്നത്. ആ വിഷ്ണു ആഗ്രഹിച്ചത്, വിഷ്ണുവിനെ വേണ്ടിയിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ മനുഷ്യരിലൂടെ അർപ്പിക്കപ്പെടുമ്പോൾ ഞാനാണ് അത് അനുഭവിക്കുന്നത്. അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസിനെ ആ വിധം അനുഭവിക്കുന്നില്ല. അഗ്നിയിൽ നമ്മൾ അർപ്പിക്കുന്ന എന്തെങ്കിലും അഗ്നിയിൽ ദേവനായിട്ട് അർപ്പിക്കുന്നതൊന്നും ഞാൻ അത്ര കാര്യമാക്കി എടുക്കുന്നില്ല. കാരണം അഗ്നിയിൽ അർപ്പിക്കുന്ന വസ്തുക്കൾ തന്നെ, അഗ്നിയിൽ നമ്മൾ ചോറും അരിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ചോറായി മാറും. പക്ഷെ അതൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യം എന്താണ്? അതിൻ്റെ മുകളിലുള്ള ശാസ്ത്രതത്വം. വെള്ളത്തിൽ അരിയിട്ടിട്ട് ചൂടാക്കിയാൽ അത് ഭക്ഷണം പദമായി മാറും എന്നുള്ള ശാസ്ത്രതത്വം കണ്ടെത്തിയ ബ്രാഹ്മണനെയാണ് ഞാൻ ആരാധിക്കുന്നത്. കാരണം ആ ബ്രാഹ്മണൻ മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു, നീ അരിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ചോറായി മാറും. ആ ചോറാകുമ്പോഴാണ് അതിനെ അനുഭവിക്കുന്നത്. അപ്പം മഹത്വം എവിടെയാണ്? ഈ കർമ്മങ്ങളിലെല്ലാം ജ്ഞാനത്തിലാണ്. ഇനി 24, എൻ്റെ ശ്രേഷ്ഠവും പരിശുദ്ധവുമായ വേദമാകുന്ന സ്വരൂപം ലോകത്തിൽ ആർ ധരിക്കുന്നു. അപ്പം പറഞ്ഞു പിന്നെ എവിടെ എത്തിക്ക്? ബ്രാഹ്മണനെ ഏതിൽ നിന്നാണ്? വേദം, സയൻസ്, ശാസ്ത്രം. വേദം എന്നാണ് ജ്ഞാനം എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ശാസ്ത്രമുണ്ടോ അതാണ് വേദം. എൻ്റെ ശ്രേഷ്ഠവും പരിശുദ്ധവുമാകുന്ന വേദമാകുന്ന സ്വരൂപം ലോകത്തിൽ ആർ ധരിക്കുന്നുവോ അവനിലാണ് അത്യധികം സത്വഗുണം, മനഃശക്തി, ശാന്തി, ഇന്ദ്രിയ നിയന്ത്രണം, യഥാർത്ഥ ഭക്ഷണം, അനുഗ്രഹശക്തി, തപസ്, സഹനശീലം, അനുഭവജ്ഞാനം എന്നീ ഗുണങ്ങൾ ഉള്ളത്. അപ്പം വേദങ്ങൾ പഠിക്കുക, ജ്ഞാനം നേടുക, അവരാണ് ബ്രാഹ്മണർ. അത് ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും നമ്മൾ ഇന്നത്തെ നിലയിൽ പറയും. അവരിലാണ് 8 ഗുണങ്ങളുള്ളത്. ആ വേദങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിയുള്ളവരിൽ, ശാസ്ത്രജ്ഞാനജ്ഞന്മാരിൽ 8 ഗുണങ്ങളുണ്ട്. എന്തെല്ലാം 8 ഗുണം? അത്യധികം സത്വഗുണം, അവരുടെ മനസ്സ് ശാന്തമായിട്ടാണ് ഗവേഷണം നടത്തി ചിന്തിക്കുന്നത്. മനഃശാന്തി, മനസ്സിന് ശാന്തമായാലേ പഠിക്കാൻ പറ്റും. ഇന്ദ്രിയ നിയന്ത്രണം, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ട് കണ്ണിനെയും കാതിനെയും എല്ലാം ഒഴിവാക്കിയിട്ട് പഠിപ്പിൽ മാത്രം ജ്ഞാനം നേടുന്നതില്ല. തപസ്, അവരൊറ്റ ലക്ഷ്യത്തോടും. സഹനശീലം, അതിനുവേണ്ടി കുറേ സഹിക്കണം. അനുഭവജ്ഞാനം എന്നീ 8 ഗുണങ്ങൾ അവരിലാണുള്ളത്. ആ ബ്രാഹ്മണനേക്കാൾ അധികരിച്ച മറ്റൊരാളെ ഞാൻ കാണാനില്ല. ഇപ്പം വേദം ഉപദേശിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരാകുക, ചിന്തകരാകുക, ശാസ്ത്ര രഹസ്യങ്ങൾ മനസ്സിലാക്കുക, പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുക, വേദങ്ങൾ പഠിക്കുക, വേദത്തിൻ്റെ അർത്ഥം ശരിയായ നിലയിൽ മനസ്സിലാക്കുക. അവനാണ് ബ്രാഹ്മണൻ. അവനെക്കാട്ടിയും ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഇനി 25 പറയുന്ന പ്രത്യക്ഷമല്ലാത്ത ഉത്കർഷതയോടും കൂടി സ്വർഗവും നരകവും എല്ലാം എൻ്റെ കയ്യിലാണുള്ളത്. അങ്ങനെയുള്ള എന്നിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ, ബ്രാഹ്മണന്റെ പ്രത്യേകത എന്താണ്? അവൻ ആ ഈശ്വരനിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഈശ്വരന് സ്വർഗവും നരകവും എല്ലാം അങ്ങനെ കൈമേലാണുള്ളത്. ചോദിച്ചാൽ സ്വർഗവും എടുത്തു കൊടുക്കും, നരകവും എടുത്തു കൊടുക്കും. അപ്പൊ അതെല്ലാം കൈമിൽ വെച്ചിരിക്കുന്ന എന്നിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ. അപ്പൊ ശാസ്ത്രങ്ങളൊക്കെ ദൈവത്തിന്റെ പിന്നാലെ പോയിട്ട് ദൈവത്തോടൊന്നും ചോദിക്കില്ല. അവരെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവർ കണ്ടെത്തും, അവര് ജ്ഞാനം നേടും. ആഗ്രഹിക്കാതെ എന്നിൽ ഭക്തി അർപ്പിച്ച് അവർക്കെന്ത് ചെയ്യുള്ളൂ? പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കണം. ആ ഒരൊറ്റ ചിന്തയോടുകൂടിയാണ് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, ഇതിന്റെ പിന്നിലുള്ള ശക്തി എന്താണ്, ആ ശക്തിയെ മാത്രം ചിന്തിച്ചുകൊണ്ട് എന്നിൽ ഭക്തി അർപ്പിച്ച് നിൽക്കുന്ന ബ്രാഹ്മണർക്ക് മറ്റ് രാജ്യകാര്യങ്ങളിൽ എന്താണ് താല്പര്യമുള്ളത്? മറ്റുള്ള രാജ്യകാര്യങ്ങളിലൊന്നും താല്പര്യമില്ല.
അതുകൊണ്ട് 26 അല്ലയോ പുത്രന്മാരെ, പുത്രന്മാരോട് പറയുകയാണ്, സ്ഥാവര ജംഗമമായ സകല ജീവജാലങ്ങളിലും എൻ്റെ അധിഷ്ഠാനമെന്ന നിലക്ക് നിങ്ങൾ ആദരിക്കണം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ അംശമാണെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ ആ സമദൂരം എനിക്കുള്ള സമദൂരമാകുന്നു. അപ്പം നിങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രരെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പട്ടിയെയും പൂച്ചയെയും എല്ലാവരെയും, ആർത്തവമുള്ള സ്ത്രീയായാലും ആർത്തമില്ലാത്ത സ്ത്രീയായാലും എല്ലാവരെയും സമമായി കാണാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാനും നിങ്ങളും സമമായി തീരും. അതായത് ഈ ഈശ്വരനും ഞാനും സമമായി തീരും. അപ്പൊ ഈശ്വരനോട് സമമായി മാറി സമഭാവനയിൽ എത്തണ്ടെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ ദർശിക്കാൻ സമമായിട്ട് കാണാൻ പഠിക്കണം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം എനിക്ക് സമാനമാണ്. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ചണ്ടാളനായാലും എനിക്ക് സമാനമാണ് എന്ന ചിന്താഗതി ഉണ്ടാകുമ്പോൾ ഞാൻ, അതായത് ഈശ്വരനും ഈ ചിന്തിക്കുന്ന ആളും തമ്മിൽ സമനായി തീരും. അല്ലെങ്കിൽ അകലമാണ്. മനുഷ്യരെ പലതായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് അവൻ ചണ്ടാളൻ, അവൻ ബ്രാഹ്മണൻ, ഞാൻ വലിയ മറ്റേതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരനിൽ നിന്നും ആ വ്യക്തി അത്രയും അകന്നു പോവുകയാണ്. ഇതെല്ലാം ആരാണ് പറഞ്ഞു തരുന്നത്? ഭാഗവതം. ഇനി 27. മനസ്സ്, വാക്ക്, ദൃഷ്ടി എന്നീ കരണങ്ങളുടെ വ്യാപാരത്തിന് യഥാർത്ഥ തലം എൻ്റെ ആരാധനയാണ്. അതായത് മനസ്സ്, വാക്ക്, ദൃഷ്ടി എല്ലാം എന്നിൽ പതിപ്പിക്കുക. അതില്ലാത്തവൻ അജ്ഞാനത്തിൻ്റെ പരിണത ഫലമായ വൃത്തിപാശത്തിൽ നിന്നും മോചനം ലഭിക്കില്ല. അപ്പോഴും മനസ്സ്, വാക്ക്, ദൃഷ്ടി എല്ലാം, അതിൻ്റെ എല്ലാം ആധാരം ഞാനാണ് എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട്, അതായത് ആ ശക്തിയിൽ എല്ലാ മനസ്സും വാക്കും പ്രവൃത്തിയെല്ലാം അതിനെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നവൻ ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവർ അജ്ഞാനത്തിൻ്റെ പരിണിതഫലമായ മരണഭയത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇനി 28 ശുഗൻ. തന്നെത്താൻ അറിവ് നേടിയവനാണെങ്കിലും ലോകത്തെ അനുശാസിക്കുന്നതിനു വേണ്ടി ഇപ്രകാരം പുത്രന്മാരെ അനുശാസിച്ചു. തന്നെത്താൻ അറിവ് നേടിയവരാണെങ്കിലും ലോകത്തെ അനുശാസിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം പുത്രന്മാരെ ഉപദേശിച്ചു. അപ്പം പുത്രന്മാരെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാം ഇതെല്ലാം അറിയുന്ന കാര്യമാണ്, എങ്കിലും എൻ്റെ ധർമ്മം അനുസരിച്ച് ഞാനിതെല്ലാം പറഞ്ഞു തരികയാണെന്ന് പറഞ്ഞു വെച്ചിട്ടു ഉണ്ട്. ഭഗവാൻ പ്രശാന്ത സ്വഭാവവും കർമ്മത്തിൽ നിന്ന് വിരമിച്ചവനും മഹാത്മാക്കളുമായ മുനിമാരുടെ ഭക്തി, ആത്മജ്ഞാനം, വിഷയ വിരക്തി എന്നീ ലക്ഷണങ്ങളോട് കൂടിയ പരമഹംസചര്യയെ ഉപദേശിച്ചു കൊടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ പുത്രന്മാരിൽ മൂത്തവനും ഭഗവത് ഭക്തനും ആസക്തനും ഭാഗവതനുമായ ഭരതനെ ഭൂതല സംരക്ഷണത്തിനായി പട്ടാഭിഷേകം നടത്തി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? പുത്രന്മാരെയെല്ലാം ഉപദേശിച്ചതിന് ശേഷം പ്രശാന്ത സ്വഭാവമുള്ള മഹാത്മാക്കളുടെ ആളായ മുനിമാരുടെ ഭക്തി, ആത്മജ്ഞാനം, വിഷയവിരക്തി എന്നീ ലക്ഷണങ്ങളോട് കൂടിയ പരഹംസചാര്യയെ ഉപദേശിച്ചു കൊടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം ഇതെല്ലാം ഉപദേശിക്കുവാൻ
ഇദ്ദേഹം പഠിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും നാട്ടിലെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രാജാവായി കഴിഞ്ഞാൽ രാജാവ് പ്രജകളോട് ഇതെല്ലാം പഠിപ്പിക്കണം. അപ്പോൾ ആ ഒരു ലക്ഷ്യമെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പകൽ ഭക്തനും ഭാഗവതത്തിലെല്ലാം താല്പര്യമുള്ളവരുമായ ഭരതനെ എന്ത് ചെയ്തു? ഭൂതല സംരക്ഷണത്തിനായിട്ട് അദ്ദേഹം പട്ടാഭിഷേകം നടത്തി. പിന്നെ അവിടെ വെച്ച് സർവവും ഉപേക്ഷിച്ചു. അപ്പം മകനെ പിടിച്ചിട്ട് ചാർജ് കൊടുത്തു. നേരത്തെ പറഞ്ഞതാണ് മക്കൾ വലുതാകുമ്പോൾ മക്കളെ ഏൽപ്പിച്ചിട്ട് വിട്ടുകൊള്ളണം. അവിടെ എങ്ങനെ വിട്ടുകൊള്ളണം? ഇതാ ഭഗവാൻ വിട്ടുപോകുന്ന വഴിയിലൂടെ വിട്ടുപോകണം. സർവവും ഉപേക്ഷിച്ച് അവശേഷിച്ച ശരീരവുമായി, പിന്നെ എന്തേ ബാക്കിയുള്ളൂ? ശരീരം ഉടുതുണി അടക്കം ഉപേക്ഷിച്ചു. അവശേഷിച്ച ശരീരവുമായി ഭ്രാന്തനെ പോലെ ദിഗംബരനായി ഒരു സന്യാസിയായി മാറി. ഭ്രാന്തനെ പോലെയാണ്. എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ മുടി ജീവിതത്തിലോ ഒന്നുമില്ല. കാണുമ്പോൾ പിന്നെ അതോടുകൂടി ഈ ഉടുപ്പെല്ലാം എടുത്ത് കളഞ്ഞാൽ തന്നെ ഒരുമാതിരി കാണുമ്പോൾ ഭ്രാന്തന്മാരെ തോന്നും. ഈ കണ്ണടി ഉടുപ്പെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് മുടിയെല്ലാം പിന്നെ ഒന്ന് തീകാതെ ഇരിക്കുമ്പോൾ പിന്നെ ഭ്രാന്തന്മാരുടെ ഒരു ലക്ഷണത്തിലേക്ക് വരും. ഇതെല്ലാം ഈ പൗഡറിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എന്നാ പാരി പറഞ്ഞ തലമുടിയോടും തന്നിൽ തന്നെ ആവഹാനിയെ അഗ്നിയെ നിക്ഷേപിച്ച്, അതായത് അഗ്നിയെല്ലാം തന്നിൽ തന്നെ നിക്ഷേപിച്ചു. ഏത് അഗ്നി? പാകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണം. അതുവരെ ഭക്ഷണമെല്ലാം പാകം ചെയ്തിട്ടല്ലേ കഴിക്കുക. ഇത് തൊട്ട് പാകം ചെയ്യാൻ പാടില്ല. ആ അഗ്നിയെ തന്നിൽ തന്നെ നിക്ഷേപിച്ചു. ഇനി ഈ അഗ്നീൻ്റെ ആവശ്യം പുറത്തേക്കില്ല. അതിൻ്റെ ശരീരത്തിലേക്ക് തന്നെ ആഹവനീയ അഗ്നിയെ ശരീരത്തിൽ തന്നെ അർപ്പിച്ചിട്ട് ബ്രഹ്മവർത്തത്തിൽ നിന്നും സന്യസിച്ചിറങ്ങി. അവിടെ നിന്ന് സന്യസിച്ചിട്ട് ഇറങ്ങി. ഇനി 29 പടുപോഷണമെന്നോ കണ്ണുപൊട്ടനോ. അപ്പം എങ്ങനെയാണ് നടക്കേണ്ടത്? എടുത്തോട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ലക്ഷണമാണ് പറയുന്നത്. സന്യാസിയായവരുടെ ലക്ഷണമാണ് ഈ പറയുന്നത്. പടുപൊട്ടനെന്നോ പടുപോഷനെന്നോ ഭോഷ്കനെന്നോ കണ്ണുപൊട്ടനെന്നോ ഊമയെന്നോ ചെകിടനെന്നോ പിശാചെന്നോ ഭ്രാന്തനെന്നോ തോന്നുമാണ്. അവനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പടുപൊട്ടനായിട്ട് കണ്ണുപൊട്ടനായിട്ട് തോന്നും, ഊമയായിട്ട് തോന്നും, ചെകിട. കാരണം ചോദിച്ചാലും പറഞ്ഞാലും ഒന്നും ഉണ്ടായാലും ഒന്നും തോന്നുന്നില്ല. പിശാചിനെ പോലെ തോന്നും, ഭ്രാന്തനെ പോലെ തോന്നുമാണ്. അപ്പം സന്യാസിയായ യഥാർത്ഥ സന്യാസിയുടെ ലക്ഷണമാണ് ഇത് പറയുന്നത്. നമ്മൾ ഈ ശ്രദ്ധയിൽ ഇങ്ങനത്തെ ആൾക്കാർ പെടും. ഈ തരത്തിലുള്ള ആൾക്കാർ, അവരിലാണ് വിരക്തി വന്നവരുടെ ലക്ഷണം. അല്ലാതെ സന്യാസിയല്ല. ജനങ്ങൾക്കിടയിൽ അവധൂതനെ പോലെ. അപ്പൊ അവധൂതന്റെ ലക്ഷണമാണിത്. ആഭാസ വസ്ത്രം ധരിച്ച്. ആഭാസ വസ്ത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ധരിക്കുക എന്ന് വെച്ചാൽ, എവിടെങ്കിലും റോട്ടിലുള്ള സാധനങ്ങൾ, തുണികൾ, മോശം തുണികളുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ഇങ്ങനെ വരിഞ്ഞ് കെട്ടും. ശുദ്ധവസ്ത്രം ഒന്നും എടുക്കില്ല. റോട്ടിൽ കിടക്കുന്ന വേസ്റ്റ് എടുത്ത് ചുറ്റും. വല്ലവരും അങ്ങോട്ട് വിളിച്ചാലും ചോദിച്ചാലും മൗനിയായിരുന്നു കൊണ്ട്. ആരെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൗനിയായിരിക്കും, മിണ്ടില്ല, മിണ്ടാൻ പാടില്ല, ഒന്നും ഉരിയാടുകയില്ല. അപ്പം സന്യാസി ആയി കഴിഞ്ഞാൽ എല്ലാം വിട്ടിട്ട് ആരും യോഗമായിട്ട് ഒരു ബന്ധമില്ല. ഭ്രാന്തനെ പോലെ അങ്ങ് നടക്കണം. ആരെങ്കിലും വിളിച്ച് എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടരുത്, പൊട്ടൻ്റെ മാതിരി അഭിനയിച്ചോളണം. ഇതിൻ്റെ 30 പട്ടണം, തറകൾ, വീതികൾ, കർഷക ഗ്രാമങ്ങൾ, പൂവാടികൾ, മലയോരം, ഗോത്രം, കുടീരം, ഇടയ തെരുവ്, വഴിയമ്പലം, മരങ്ങൾ, കാടുകൾ, പിന്നെന്താ മൂലായ ആ ഗ്രാമങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ മുതലായ ഇടങ്ങളിലെ ദുഷ്ടജനങ്ങളാണ്. അപ്പൊ എവിടെയെല്ലാം നടക്കുന്നത്? പട്ടണത്തിലോ തറകളിലോ വല്ല എവിടെയെങ്കിലും കൃഷി ഗ്രാമങ്ങളില്, പൂവാടികളിൽ, തോന്നുന്നിടത്ത് അങ്ങനെ നടക്കുന്നു. മലയോരങ്ങളിൽ, അല്ലെങ്കിൽ ഗോശാലകളിൽ, അല്ലെങ്കിൽ പടകുതീരങ്ങളിൽ, ഇടയന്മാർ താമസിക്കുന്നിടത്ത്, വഴിയമ്പലങ്ങളിൽ, എവിടെയെങ്കിലും തോന്നുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരിക്കലും നിൽക്കാതെ മാതിരി അങ്ങനെ കാറ്റും പുറത്ത് പോകുന്ന മാതിരി പോയിക്കോളണം. അങ്ങനെ ഭ്രാന്തനെ പോലെയാണ് പോകേണ്ടത്. പോകുമ്പോഴോ ദുഷ്ടജനങ്ങൾ, ഈ ദുഷ്ടന്മാരായ ജനങ്ങളുണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും? ഭീഷണിപ്പെടുത്തും.
ഇവനെ കാണുമ്പോൾ ദേഷ്യം പിടിച്ച ഒരു ഭ്രാന്തനം വരെ ഭീഷണിപ്പെടുത്തി ശരിയായി കളിവല്ലേ വേവെടുത്ത് പോയിക്കോ വേവിക്കോ തല്ലും. ചിലവരെ തല്ലുകയും ചെയ്യും. ചില മൂത്രം ഒഴിക്കും അവൻ്റെ മേലെ, ചിലപ്പം തുപ്പും അവൻ്റെ മേലെ. കല്ലും മണ്ണും പൂഴിയുമെല്ലാം എറിയും. കല്ലെടുത്തിട്ട് പൂഴി എടുത്തിട്ട് മണലെടുത്തിട്ട് എല്ലാം മലമെടുത്തിട്ട് മലം എല്ലാം എടുത്തിട്ട് എറിയും. അധോവായി വിട്ടുകൊടുക്കും അവൻ്റെ നേരെ. അസഭ്യം പറയുക എന്നിവയിൽ ശല്യം മേൽക്കാതെ അവരെല്ലാം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ശല്യം, അതിലൊന്നും ഒരു ശല്യം കാണാതെ ഈച്ചകളാൽ ശല്യപ്പെടുത്തുന്ന കാട്ടാനയെ പോലെ. അപ്പൊ ഈ വൃത്തിയൊന്നുമില്ലെങ്കിൽ ഈച്ചകളെല്ലാം ശല്യപ്പെടുത്തുന്ന മാതിരി ശുചിത്വമൊന്നും ഇല്ലാതെ നടക്കുന്നത്. ഈച്ചകളാൽ ശല്യപ്പെടുത്തുന്ന കാട്ടാനയെ പോലെ അതൊന്നും വകവെക്കാതെ വാസ്തവത്തിൽ മിഥ്യയായി ഇതിനെയെല്ലാം കണ്ട് ഇതെല്ലാം മിഥ്യയാണ്, ജീവിതത്തിൽ മിഥ്യയാണ്, ഇതിലൊന്നും ഒരു അർത്ഥമില്ല. ആരും മലമ്പാരി എറിഞ്ഞാലും ഒന്നും ഒരു കാര്യമില്ല. ശരീരത്തിലാണ് അവൻ ശരീരം തന്നെ ഉപേക്ഷിച്ചവനാണ്. സത്തെന്നതിൽ വ്യാപരിച്ചുകൊണ്ട് ആ ബ്രഹ്മത്തിൽ മാത്രം ചിന്തയർപ്പിച്ചുകൊണ്ട് ദോഷരൂപമായ ഈ ഭൗതിക ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള മിഥ്യാബോധം ഉപേക്ഷിച്ച് ഈ ശരീരം ഞാൻ ഈ ശരീരമല്ല എന്ന ചിന്തയോടുകൂടി ഞാൻ എൻ്റേത് എന്ന എൻ്റെ ശരീരം എന്ന ഈ ചിന്തയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവനെന്ത് ചെയ്തു? ഈ ഭൂലോകം മുഴുവൻ അങ്ങനെ ചുറ്റി നടന്നു. അപ്പൊ എന്നിട്ട് 31 പറയാണ് അതികോമളമായ കൈകാലുകളാണ്. പണ്ടത്തെ വർണ്ണന പറയുകയാണ്. നല്ല മാറിടം, നീണ്ടുരുണ്ട കൈത്തള്, ചുമല്, കഴുത്തി, ഇതെല്ലാം വർണ്ണനയാണ്. വർണ്ണനയെ ഒഴിവാക്കിയാണ്. പങ്കജതലം പോലെയുള്ള കണ്ണുകൾ, സുന്ദരമായ കവിളുകൾ, ഇതെല്ലാം ഉണ്ടായിരുന്ന ഭഗവാൻ പണ്ട് ഈ അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. മുൻവശത്ത് അഴിഞ്ഞു ചിതറി തൂങ്ങിക്കിടക്കുന്ന ചുരുണ്ട ചെമ്പിച്ച തലമുടിയേന്തിക്കൊണ്ട്, മുടിയെല്ലാം ചെമ്പിച്ച് ഒരുമാതിരി അറിയാലോ, കുളിക്കൊന്നും ചെയ്യാതെ ചെമ്പിച്ച് ഒരുമാതിരി മുഖത്തെല്ലാം ഇങ്ങനെ, അതാണ് ബ്രാഹ്മണനെ പോലെ എന്ന് നേരത്തെ പറഞ്ഞത്. അതായത് വൃത്തികെട്ട ശരീരത്തോടുകൂടി, ഇവിടെ ആ വർണ്ണനയെല്ലാം ഉണ്ടായാലും കുറേ വർണ്ണനകളെല്ലാം വിട്ടിട്ടാണ് പറയുന്നത് വെറുതെ. അപ്പം വൃത്തികെട്ട ശരീരത്തോടുകൂടി ഏതോ ഒരു ദുർഭൂതം പിടിപെട്ട പോലെ കണക്ക് കാണപ്പെട്ടു. ഒരു ഭൂതം പിടിച്ചവൻ്റെ പോലെയാണ് അവനെ നോക്കുന്നവർക്ക് കാണാൻ പറ്റുന്നത്. ആര്? ഈ ഭഗവാൻ വിഷ്ണു തന്നെ വന്നതാണ്, അദ്ദേഹം തന്നെ. ഇനി 32 അപ്പോൾ ഈ സർവജ്ഞാനിയായ ഋഷഭൻ ഈ ലോകത്തെ ആത്മസാക്ഷാത്കാരത്തിന് തീരെ തടസ്സമായി കണ്ട് അജഗരി വൃത്തി എന്ന വ്രതം സ്വീകരിച്ചു. പിന്നെ അദ്ദേഹം ഇങ്ങനെയെല്ലാം നടന്ന് കുറേ കാലം നടന്നതിൻ്റെ ശേഷം അദ്ദേഹത്തിന് തോന്നി ഇതിൽ നിന്നും ഈ ലോകത്തിലെ ആത്മസാക്ഷാത്കാരത്തിന് ഇതൊന്നും പറ്റിയ പരിപാടിയൊന്നുമല്ല, ഈ ലോകമായിട്ടുള്ള ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? ഒരിടത്ത് കിടന്നു തന്നെ ഭക്ഷിക്കുക. പിന്നെ ഈ ചുറ്റി അടക്കുന്ന പരിപാടിയല്ല അദ്ദേഹം. സന്യാസിയാകുമ്പോൾ പിന്നെ എന്ത് വേണം? ആദ്യം ഇങ്ങനെ വെട്ടി ചുറ്റി അടക്കും, പിന്നെ ഒരുത്തിയിലങ്ങ് അടിഞ്ഞു ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് ഏതെങ്കിലും ഗുഹയിലോ പോയിട്ട് അങ്ങനെ പിന്നെ ബാക്കിയുള്ള സമയം കഴിച്ചു കൂട്ടും. ഒരിടത്ത് കിടന്ന് തന്നെ ഭക്ഷിക്കുക, കിടക്കുക, വല്ലത് മുക്കിയെ കടിച്ചു നിന്നുക, വല്ല പുല്ലാത്തവണത്തെ കടിച്ചു നിന്നും, മൂത്രമൊഴിക്കുക, അവിടെ തന്നെ മൂത്രം ഒഴിച്ചു വെക്കും, മലം കുടിസർജിക്കുക, അവിടെ തന്നെ തൂടി വെക്കും.
തുടങ്ങിയവ. എന്നിട്ടോ അപ്പോൾ താൻ വിസർജിച്ച മലത്തിൽ കിടന്ന് ഉരുണ്ടും. അവിടെ മലയെല്ലാം കിടക്കുന്നത്, ആ മലത്തിൽ തന്നെ കിടന്നങ്ങ് ഉരുളും. സർവാംഗം ശരീരം മുഴുവൻ മലം പെരണ്ടവനായിട്ട്, ശരീരം മുഴുവൻ മലം കൊണ്ട് നിറഞ്ഞ് ആ തരത്തിൽ ശരീരം മുഴുവൻ അതായി മാറി ആ നിലയിലേക്ക് അവൻ ആയിത്തീർന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ മലം കൊണ്ട് കരണ്ട് കിടക്കുകയാണ്. പക്ഷേ 33 എന്ന് പറയുന്നു ആശ്ചര്യം, അവിടുത്തെ മലത്തിൻ്റെ ഗന്ധത്താൽ ആ നറുമണം എന്ത് ചെയ്ത് കാറ്റിലൂടെ 10 യോജനയോളം പരന്നു എന്ന് പറയുകയാണ്. പരിമളം. എന്തുകൊണ്ടാണ് മലത്തിന് പരിമളം എന്ന് പറയുന്നത്? നമുക്കറിയാലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ച് മണം. ഇപ്പൊ ചെറിയ കുട്ടിയിൽ പാല് കുടിക്കുമ്പോൾ അതിൻ്റെ മണം എന്താണ്? വയറ്റുന്ന പോകുന്നതിന് നമ്മൾ കണ്ടതെല്ലാം വെട്ടി വിഴുങ്ങുകയാണ്. എന്നാൽ സന്യാസത്തിലേക്ക് പോകുമ്പോൾ പിന്നെ തിന്നിയല്ലോ ഇല്ല, കുടിക്കലും ഇല്ല, എന്തെങ്കിലും വല്ല പുല്ലോ എന്ന് വായിക്കോന്നില്ലെങ്കിൽ കുറച്ച് വിശക്കുമ്പോഴും തിന്നിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പൊ അതിൽ നിന്ന് പോകുന്നത് ഒന്നും തന്നെ പോകാനില്ല. അതിന്റെ മലന്നൊന്നും പറയാൻ പോലും പറ്റില്ല. പിന്നെ സുഗന്ധമുണ്ട് എന്ന് പറയുകയാണ്. എൻ്റെ 34 പറയുകയാണ്, ഇപ്രകാരം ഗോചര്യ, മൃഗചര്യ, കാക്കചര്യ, അതായത് എല്ലാത്തിനെയും പോലെ മൃഗങ്ങളെ പോലെ എന്നിവയോടെ ചുറ്റി നടന്നും ഇരുന്നും കിടന്നും കാക്ക, മാന്, പശു എന്നിവയെ പോലെ പ്രവർത്തിച്ച് കുടിച്ചും ഭക്ഷിച്ചും തോന്നിയ ദിക്കില്, കാക്കിയെല്ലാം തോന്നിയ ദിക്കില് മലമൂത്രം ചെയ്യുന്നത് പോലെ, വിസർജനം ചെയ്യുന്നത് പോലെ ചെയ്യുകയെല്ലാം ചെയ്തു. എങ്ങനെ 35 പറയുകയാണ്, ഇപ്രകാരം പല യോഗചര്യകളിലൂടെ മുക്തി നേടിയ അങ്ങനെ അവൻ ഋഷഭദേവൻ എന്തു പറ്റി? മുക്തി നേടി. തടവില്ലാത്ത ശാശ്വതമായ ആനന്ദത്തിൻ്റെ അനുഭവ സ്വരൂപമായി, പിന്നെ ശാശ്വതമായ ആ ബ്രഹ്മസ്വരൂപമായി, ശാശ്വതമായ ആനന്ദം ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞു. സമസ്ത ഭൂതങ്ങളുടെ ആത്മാവായി. എല്ലാ ഭൂതങ്ങളും ആത്മാവ് അദ്ദേഹം തന്നെയാണ്. കാരണം ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. ഈ കാണുന്ന എല്ലാം ബ്രഹ്മമാണ്. അപ്പൊ അവനും ബ്രഹ്മമായി എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ഈ പ്രപഞ്ചമെല്ലാം അവൻ തന്നെയാണ്. അതുകൊണ്ടാണ് വേദവ്യാസന്റെ മകൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് വേദവ്യാസ പിന്നാലെ മോനെ മോനെ എന്ന് പറഞ്ഞപ്പോൾ തെങ്ങും മരവും മാവും മറ്റേ മലകളെല്ലാം വിളികേട്ട് എന്ന് പറഞ്ഞു. അവൻ ബ്രഹ്മമായി. കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, പിന്നെ അവനും ബ്രഹ്മമാണ്. ശ്രീ വാസുദേവനിൽ തനിക്ക് ഈ ശരീരം ഉപേക്ഷിച്ചത് മൂലം അഭേദ്യം വരികയാൽ പിന്നെ വാസുദേവനുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. അവൻ തന്നെ ബ്രഹ്മം, അവൻ തന്നെ വാസുദേവൻ, എല്ലാം ഒന്നായി മാറി. അതുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിച്ചു. ശരീരത്തെ ഉപേക്ഷിച്ചാൽ പിന്നെ ആത്മാവേ ഉള്ളൂ. ആത്മാവിനെ പിന്നെ എവിടെയും സഞ്ചരിക്കണം. അതുകൊണ്ടാണ് വേദവ്യാസന്റെ മകൻ മലയായിട്ടും ഇതായിട്ടെല്ലാം മാറിയതായിട്ട് ചിത്രീകരിച്ചത്. അതുപോലെ ഇവിടെ എന്ത് പറയുന്നു? അങ്ങനെയുള്ളവർക്ക് ലഭിച്ച ആകാശഗമനം, അവൻ ബ്രഹ്മത്തിന് പിന്നെ അതിരില്ലല്ലോ. ആകാശഗമനം, മനോഗമനം, തിരസ്കരണി വിദ്യ, പരകായ പ്രവേശം, ദൂരദർശനം എന്നീ യോഗ ഐശ്വര്യ സിദ്ധി നേടിയെങ്കിലും മനസ്സുകൊണ്ട് അതിനൊന്നും താല്പര്യം എടുത്തില്ല. കാരണം അവന്റെ ശരീരം അവൻ കളഞ്ഞു. ശരീരം കളഞ്ഞാൽ പിന്നെ മനസ്സ് മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആത്മാവ് ബ്രഹ്മമായി മാറിയ ആ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചത്തിലെല്ലാം. അപ്പൊ അവൻ വിശാലമായി ലോകം മുഴുവൻ വ്യാപിച്ചു എന്ന് പറയുകയാണ്. അതിന്റെ ബ്രഹ്മത്തിന് പരിധിയില്ല. അപ്പൊ അവനും പരിധിയില്ല. അവ എല്ലാ ശരീരത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ ശരീരത്തിലും ബ്രഹ്മമുണ്ട്. എൻ്റെ ശരീരത്തിലും ബ്രഹ്മമുണ്ട്. അപ്പൊ അവനും എൻ്റെ ശരീരത്തിലുണ്ട്. അവൻ ഏത് ശരീരത്തിലും പോകാം. കാരണം ബ്രഹ്മം എല്ലായിടത്തും ഉണ്ട്. എൻ്റെ ശരീരത്തിലുള്ള ബ്രഹ്മമാണ് ഏത് മനുഷ്യന്റെ ഉള്ളിലും പട്ടിയിലുള്ളത് ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഇവൻ ബ്രഹ്മമായി മാറിയ അവനും ഏത് ശരീരത്തിലും എല്ലാം അവൻ വ്യാപിക്കണം. ആ അർത്ഥത്തിൽ അതിനെ എടുക്കണം. അല്ലാതെ അവനവന്റെ ശരീരത്തോടു കൂടിയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അവനതിലൊന്നും താല്പര്യമില്ല. ഈ കഴിവെല്ലാം ഉണ്ടെങ്കിലും ശാരീരികമായി അതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ എല്ലാത്തിലും പ്രവേശിക്കാമെന്ന് വെച്ചിട്ട് ശരീരം കളഞ്ഞിട്ടാണ്. പിന്നെ പിന്നെ ഇതൊന്നും ഞാൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയതാണ്, എനിക്ക് മറ്റുള്ളവരുടെ ശരീരത്തിൽ കയറാമെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല. കാരണം അവൻ ശരീരം തന്നെ ഉപേക്ഷിച്ച് ആ അർത്ഥത്തിലെടുക്കണം. ബ്രഹ്മമാണ് എല്ലാറ്റിലും വ്യാപിക്കുന്നത്.